വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ചലന നിയമങ്ങൾ എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പി എസ് സി നന്നായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡെറിവേഷൻസ് ഉണ്ട്, അതിനും കൂടുതലായിട്ട് കുറേ മാത്സ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അതായത് മാത്സ് ഒന്നും ചെയ്യാതെയുള്ളൊരു വീഡിയോ ഉണ്ട്. അതായത് ജസ്റ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച്, ചലനത്തെക്കുറിച്ച് അറിയേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പറയുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ക്ലാസ്സാണ്. അതായത് എല്ലാ മാത്സ് പ്രോബ്ലംസും നമ്മൾ ചെയ്യുന്നുണ്ട്, തുടർ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾക്കാണ് ഉപകാരപ്രദമാവാണെന്നുണ്ടൊന്നും നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ ആദ്യത്തെ ലിങ്ക്, അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ തിയറി പാർട്ടും അതുപോലെ തന്നെ മാത്സ് ഇക്വേഷൻസ് മാത്രം പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ്സാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ചലന നിയമങ്ങൾ എന്നാണ്. ചലനവുമായി ബന്ധപ്പെട്ട വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. കുട്ടി ക്രിക്കറ്റ് പന്ത് പിടിക്കുന്നത് നോക്കൂ. പന്ത് പിടിച്ചപ്പോൾ കുട്ടി പന്തിനൊപ്പം കൈകൂടി പുറകോട്ട് ചലിപ്പിച്ചതിനായിരിക്കും. അതായത് ഒരു കുട്ടി ബോള് ക്യാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യാണ്? പെട്ടെന്ന് കൈ പിറകോട്ട് വലിച്ചു. എന്തുകൊണ്ടാണ് എങ്ങനെ കൈ പിറകോട്ട് വലിച്ചിട്ടുണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കും? പന്തിനെ നിശ്ചലമാക്കാൻ കൂടുതൽ സമയമെടുക്കാനും അതുവഴി കൈക്ക് അനുഭവപ്പെടുന്ന വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയായിരിക്കും അല്ലേ. വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ പന്തിനെ നിശ്ചലമാക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കാനും, അതുപോലെ തന്നെ നമുക്കറിയാം നല്ല സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാകുമ്പോൾ പെട്ടെന്ന് പിടിച്ചാൽ അതിനെന്താണ് നല്ല വേദന എടുക്കുകയും നമ്മുടെ കൈക്ക്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ബാക്കിലോട്ട് വലിച്ചാൽ അത്രയും സമയം നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് പിടിക്കാനായിട്ട് അത്രയും വേദന ഉണ്ടാവില്ല. നെക്സ്റ്റ്, 2 ടീമുകൾ വടം വലിക്കുന്നത് കാണാമല്ലോ. കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ. 2 ടീമുകളും ബലം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും വടം ഒരു ദിശയിലേക്ക് മാത്രമാണ് ചലിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? 2 ടീമുകളും ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ, എന്നാലും ഒരു ദിശയിൽ മാത്രമാണ് ചലിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? ആ ഒരു ഭാഗത്തേക്കായിരിക്കും കൂടുതൽ ബലം വരുന്നുണ്ടായിരിക്കുക അല്ലേ. എന്തുകൊണ്ടായിരിക്കും? ഒരു ദിശയിൽ മാത്രം ചലിക്കുമ്പോൾ ആ ദിശയിൽ കൂടുതൽ ബലം പ്രയോഗിച്ചത് കൊണ്ടായിരിക്കും അല്ലേ. ഒരു ദിശയിലേക്ക് മാത്രം ചലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ ദിശയിലേക്ക് മാത്രമായിരിക്കും കൂടുതൽ ബലം വന്നിട്ടുണ്ടായിരിക്കുക അല്ലേ. വടംവലി എന്ന് പറയുമ്പോൾ എവിടെയാണ് കൂടുതൽ ബലമുള്ളത് അവിടെയാണ് ജയിക്കുക അല്ലേ. അപ്പോൾ കൂടുതൽ ബലമുള്ള സ്ഥലത്തേക്കായിരിക്കും ആ വടം നീങ്ങുന്നുണ്ടായിരിക്കാം. ഇവിടെ ഇരു ടീമുകളും പ്രയോഗിച്ച ബലം തുല്യമാണോ? അല്ല. ബലം തുല്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നീങ്ങോ? ഇല്ല അല്ലേ. ഒരു വശത്തേക്ക് മാത്രം നീങ്ങില്ല. അതെന്താണ്? കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിൽക്കുക ചെയ്യുക അല്ലേ. ഏത് ടീമാണ് കൂടുതൽ ബലം പ്രയോഗിച്ചത്? ഏത് ടീമായിരിക്കും കൂടുതൽ ബലം പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കുക? ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും കൂടുതൽ ബലം പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. കൂടുതലായി അനുഭവപ്പെട്ട ബലമല്ലേ ചലനമുണ്ടാക്കിയത് അല്ലേ. കൂടുതൽ ബലം എവിടെയാണ് ഉണ്ടായത് അവിടെയാണ് കൂടുതൽ ചലനവും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. ഇവിടെ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളിൽ F1 വിജയിച്ച ടീമിൻ്റെ വശത്തേക്കും F2 എതിർ ദിശയിലേക്കും അല്ലേ. അപ്പോൾ ഇവിടെ ആരെ ജയിച്ചിട്ടുണ്ടായിരിക്കുക? F1 ആണ് ജയിച്ചതെന്ന് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ F2 എന്ന് വെച്ചാൽ എന്താണ്? എതിർ ദിശയിലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ പരിണത ബലം വിജയിച്ച ടീമിൻ്റെ വശത്തോട്ടായിരിക്കുമല്ലോ. അപ്പോൾ ബലം കൂടുതൽ ഏതിനായിരിക്കും? ഏത് വശത്തായിരിക്കും കൂടുതൽ ബലം പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കുക? F1 അല്ലേ. ജയിച്ച ടീമിൻ്റെ ഭാഗത്തേക്കായിരിക്കും എന്തായാലും എന്തുണ്ടായിരിക്കുക? ബലം പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ബലം സദിശമായതിനാൽ നിശ്ചിത ദിശയിലുള്ള ബലം പോസിറ്റീവ് എന്ന് പരിഗണിച്ചാൽ വിപരീത ദിശയിലുള്ള ബലം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ബലം സദിശ അളവാണെന്ന് പഠിച്ചു വയ്ക്കുക. ദിശ ചേർത്ത് പറയുന്ന അളവാണല്ലേ സദിശം എന്ന് വെച്ചാൽ അല്ലേ. നിശ്ചിത ദിശയിലുള്ള ബലം പോസിറ്റീവ് എന്ന് പരിഗണിക്കുകയാണ്. വിപരീത ദിശയിലേക്കുള്ള ബലം നെഗറ്റീവ് ആയിരിക്കും. അതായത് ഒരു ഭാഗത്ത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത്രയും പറയുന്നുള്ളൂ. ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലത്തെയാണ് സഫല ബലം അല്ലെങ്കിൽ പരിണത ബലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പരിണത ബലം എന്ന് വെച്ചാൽ? ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുകയാണ്.
ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലത്തെയാണ് പരിണത ബലം അല്ലെങ്കിൽ സഫല ബലം എന്ന് പറയുന്നത്. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളുടെ ഒരു ടീം രണ്ടുപേര് വടം വലിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പരിണത ബലം എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ടീമും എന്താണ്? ഒരേ ബലം തന്നെയാണ് പ്രയോഗിക്കുന്നത്. അല്ല, ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ ഈ ബലങ്ങളുണ്ടല്ലോ, ഈ വസ്തുവിൽ ഉണ്ടാക്കുന്ന ഒരു ബലത്തെയാണ് എന്ന് പറയുന്നത് ഈ വടംവലിക്കുന്ന സമയത്ത് പ്രയോഗിക്കും. വടംവലി സമയത്ത് ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലത്തെയാണ് സഫല ബലം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ബലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലെ ആകെ ബലത്തെയാണ് സഫല ബലം അല്ലെങ്കിൽ പരിണത ബലം എന്ന് പറയുന്നത്. ഇനി ഒരു വസ്തുവിൽ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലവും പടിഞ്ഞാറ് ദിശയിൽ 150 ന്യൂട്ടൺ ബലവും പ്രയോഗിച്ചാൽ പരിണത ബലം എത്രയായിരിക്കും? അപ്പോൾ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലമാണ് പ്രയോഗിച്ചത്, പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ 150 ന്യൂട്ടൺ ബലമാണ് പ്രയോഗിച്ചതെങ്കിൽ പരിണത ബലം എന്തായിരിക്കും? പരിണത ബലം എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ആകെ ബലത്തെ കൂട്ടിയാൽ മതിയില്ലേ? അതല്ലേ പരിണത ബലം എന്ന് പറഞ്ഞത്. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെയുള്ള ആകെ ബലം കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സൈൻ നോക്കണം. നമ്മൾ പറഞ്ഞു വിപരീത ദിശയിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിഴക്ക് ദിശയിലുള്ള ബലം നമ്മൾ പോസിറ്റീവാണ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പടിഞ്ഞാറ് ദിശയിലുള്ള ബലം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. നമുക്കിവിടെ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെന്നെങ്കിൽ 150 എന്തായിരിക്കണം? നെഗറ്റീവായിട്ട് വേണം എടുക്കാനായിട്ട് ആ വാല്യൂ. എങ്കിൽ പരിണത ബലം ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ എന്ന് വെച്ചാൽ കിഴക്ക് ദിശയിലുള്ളതാണ് അല്ലേ? പ്ലസ് മൈനസ് 150 എന്ന് പറഞ്ഞില്ലേ? വിപരീത ദിശയിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എടുക്കണമെന്ന്. അപ്പോൾ എത്ര കിട്ടി? -50 ന്യൂട്ടൺ എന്ന് കിട്ടി. കിഴക്കോട്ടുള്ള ബലമല്ലേ നാം പോസിറ്റീവായി എടുത്തത്. അപ്പോൾ പരിണത ബലം എന്ന് പറയുന്നത് 50 പടിഞ്ഞാറോട്ടാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കിഴക്കോട്ടുള്ള ബലം നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് അല്ലേ? കിഴക്കോട്ടുള്ള ബലം നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുത്തത്. നമ്മുടെ ആൻസർ കിട്ടിയത് എത്രയാണ്? -50 ന്യൂട്ടൺ എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ പരിണത ബലം പടിഞ്ഞാറോട്ട് എന്തായിരിക്കും? ഈ സൈൻ ഇല്ലാത്തതായിരിക്കും. മൈനസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് സൈൻ അതായത് 50 ന്യൂട്ടൺ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ പരിണത ബലം എന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ കുറേ ബലങ്ങൾ ഉണ്ടാവാണ് എങ്കിൽ ആ എല്ലാ ബലത്തെയും നമുക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പരിണത ബലം കിട്ടും അല്ലേ? അല്ലെങ്കിൽ സഫല ബലം കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൈനാണ്. നമ്മൾ ഒരു വശത്ത് പോസിറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേർ ഓപ്പോസിറ്റ് വശത്ത് എന്തെടുക്കണം? നെഗറ്റീവ് സൈൻ ആയിരിക്കണം എടുക്കേണ്ടത്. അത് ഏത് വശമാണെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ഇനി നോക്കി ചിത്രങ്ങൾ വിശകലനം ചെയ്ത് പട്ടിക 3 പൂർത്തിയാക്കും. ഇവിടെ നമുക്ക് കുറേ പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവണേ? അപ്പോൾ ആദ്യത്തെ പിക്ചറിലാണെന്നുണ്ടെങ്കിൽ ഒരു വശത്തേക്ക് മാത്രമാണ് ബലം പ്രയോഗിച്ചിട്ടുള്ളത് അല്ലേ? ഡെസ്ക് തള്ളാണ് ചെയ്യുന്നത് അല്ലേ? മേശ തള്ളാണ് ചെയ്യുന്നത്. അപ്പം ഒരു വശത്തേക്ക് മാത്രമാണ് ബലം പ്രയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിയപ്പോൾ 2 വശത്തേക്കും ബലം പ്രയോഗിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ചിത്രത്തിലും എന്ത് തന്നെയാണ്? 2 വശത്തേക്ക് ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്യാം. ഒന്നാമത്തെ ചിത്രം ഇതിൽ ബലം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 150 ന്യൂട്ടൺ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബലം എന്ന് പറയുന്നത് എത്രയാണ്? 150 ന്യൂട്ടൺ ആണ് F1 എന്ന് പറയുന്നത്. ഇനി ബലം F2 എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഓപ്പോസിറ്റ് വശത്തേക്കുള്ള ബലമാണല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? ബലം ഓപ്പോസിറ്റ് വശത്തേക്ക് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? അവിടെ 0 ആണെന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ പരിണത ബലം എന്ന് വെച്ചാൽ എന്താണ്? പ്ലസ് ചെയ്യാണ്. അപ്പോൾ എന്താണ് പരിണത ബലം എന്ന് ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാണ്. 150 + 0 ചെയ്താൽ പോരെ? പരിണത ബലം എന്ന് പറയുമ്പോൾ 150 + 0 എന്ന് ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടി? 150 എന്ന് കിട്ടി അല്ലേ? 150 എന്ന് കിട്ടി അല്ലേ? 150 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കിയേ. രണ്ടാമത്തെ പിക്ചറിൽ 150 എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് പ്രയോഗിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് വശത്തേക്ക് 150 പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ F1 എന്ന് പറയുന്നത് 150 ആണ്. F2 എന്ന് വെച്ചാൽ -150 ആണ്, ഓപ്പോസിറ്റ് വശത്തേക്കല്ലേ? അപ്പോൾ പരിണത ബലം എന്ന് വെച്ചാൽ എത്രയാണ്? 150 + -150 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ പിക്ചർ നോക്കിയേ. മൂന്നാമത്തെ പിക്ചറിൽ 150 ന്യൂട്ടണും 120 ന്യൂട്ടണാണ് അല്ലേ? അപ്പോൾ ബലം F1 എന്ന് പറയുന്നത് നമുക്ക് 150 എന്ന് കൊടുക്കാം. ബലം F2 എന്ന് വെച്ചാൽ 120 ആണ്. പക്ഷെ ഇവിടെ എന്ത് കൊടുക്കണം? സൈൻ നോക്കണം അല്ലേ? -120 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടി? +30 എന്ന് കിട്ടി അല്ലേ? +30 എന്ന് നമുക്ക് കിട്ടി.
അപ്പോൾ +30 ആണെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റിലേക്കാണ് അവിടെ ബലം പ്രയോഗിച്ചിട്ടുള്ളത് അല്ലേ. ബലം പ്രയോഗിച്ചിട്ടുള്ളത് റൈറ്റിലേക്കാണെന്ന് മനസ്സിലായി. +30 അല്ലേ കിട്ടിയിരിക്കുന്നത്. പ്ലസ് അല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഏതാണ്, വലതുവശത്തേക്കാണ് നമ്മൾ പ്ലസ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആൻസറിലും പ്ലസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, വലതുവശത്തേക്ക് തന്നെയാണ് ബലം പ്രയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി. ഇനി നാലാമത്തെ പിക്ചറിൽ എന്താണ് നോക്കി നോക്കിയേ. ഇപ്പോൾ ഇത് ഇടതുവശത്തേക്കാണ് അല്ലേ, ഇവിടേക്കാണ് 300 ന്യൂട്ടൺ വരുന്നത്. വലതുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നും ബലം പ്രയോഗിച്ചിട്ടില്ല. അപ്പം നമുക്ക് F1 എന്ന് പറയുന്നത് 0 എന്ന് കൊടുക്കാം. F1 എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് കൊടുക്കാം. നേരെ ഓപ്പോസിറ്റ് എടുക്കാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വലതുവശത്തേക്കാണ് പോസിറ്റീവായിട്ട് എപ്പോഴും കൊടുക്കാനായിട്ട് നോക്കുന്നത്. നമ്മൾ ഏതാണ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും അതേ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കില്ല എന്നുണ്ടെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ F2 എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, 300 ന്യൂട്ടൺ ആണ്, ഇടതുവശത്തേക്കാണ്. അപ്പോൾ നമ്മൾ മൈനസ് സൈൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ -300 എന്ന് കൊടുത്തു. -300 കൊടുത്താൽ പരിണത ബലം എന്ന് പറയുമ്പോൾ എത്രയാണ്, 0 + -100 എന്ന് വെച്ചാൽ എത്രയാണ്, -300 അല്ലേ. -300 എന്ന് പറയുമ്പോൾ -300 ആണ്. മൈനസ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് വശത്തേക്കാണ് കൊടുത്തത്, ഇടതുവശത്തേക്കല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൈനസ് തന്നെയാണ് സൈൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, ഇടതുവശത്തേക്കായിരിക്കും അത് ചലിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. ഇടതുവശത്തേക്കാണ് ചലിച്ചത് അല്ലേ. നോക്കി നോക്കിയേ, സംശയം ഉണ്ടെങ്കിൽ നോക്കി നോക്കിയേ ഇവിടെ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്കാണ് ബലം പ്രയോഗിച്ചുള്ളത്, ശരിയല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് എന്താണ്, 200 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇടതുവശത്തേക്കാണ് 200 ന്യൂട്ടൺ. അപ്പോൾ ഞാൻ F2 എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ കൊടുക്കുകയാണ് കേട്ടോ. ഇനി F1 എന്ന് പറയുന്നത് വലതുവശത്തേക്കാണ്. F1 എന്ന് പറയുന്നത് 0 കൊടുക്കുകയാണ് എങ്കിൽ നോക്കി F1 എന്ന് പറയുന്നത് 0 കൊടുത്തു. പിന്നെ -200 F2 കൊടുത്തു. അപ്പോൾ 0 + -200 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, -200 എന്ന് കിട്ടി. -200 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. -200 ആണെന്നുണ്ടെങ്കിൽ ഏത് വശത്തേക്കായിരിക്കും, വലതുവശമായിരിക്കും ഇടതുവശമായിരിക്കും. മൈനസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓൾറെഡി ഇടതുവശത്തേക്കാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത് ഇടതുവശത്തേക്കാണെന്ന് മനസ്സിലായി. ഇനി നോക്കി നെക്സ്റ്റ് പിക്ചർ എന്താണ്, നെക്സ്റ്റ് പിക്ചറിൽ 200 200 അല്ലേ, 200 200 ആണ് വരുന്നത്. അപ്പോൾ F1 എന്ന് പറയുന്നത് ഞാൻ 200 കൊടുത്തു കേട്ടോ. F2 എന്ന് പറയുന്നത് ഇടതുവശത്തേക്കാണോ കൊടുത്തിരിക്കുന്നത്, നോക്കി ഇത് വലതുവശത്തേക്ക് 200 കൊടുത്തു, ഇടതുവശത്തേക്കും ഇത്രയും 200 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ -200 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ പരിണത ബലം എന്ന് പറയുന്നത് എത്രയാണ്, പരിണത ബലം എന്ന് പറയുന്നത് 0 ആണെന്ന് മനസ്സിലായില്ലേ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പരിണത ബലം 0 ആകുന്നത്, നോക്കി 0 ആയിട്ടുള്ളത് രണ്ടാമത്തെ സന്ദർഭം നോക്കി 2ഉം 6 ആണ് നമുക്ക് 0 ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലേ. 2ഉം 6 ആണ് നമുക്കിവിടെ 0 ആയിട്ട്, 2ഉം 6 അല്ലേ, 2ഉം 6. ഇനി പരിണത ബലം 0 അല്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, 0 അല്ലാത്തത് ഏതൊക്കെയാണ്, 1 3 4 5 അല്ലേ, 1 3 4 5, 1 3 4 5. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ചലനമുണ്ടാകാത്തത്, എന്തായാലും അവിടെ എന്താണ്, 0 ബലം വന്ന സന്ദർഭങ്ങളിലല്ലേ അല്ലേ. 0 ബലം വന്ന സന്ദർഭങ്ങളിൽ അവിടെ എന്തുണ്ടാകുന്നില്ല, ചലനം ഉണ്ടാകുന്നില്ല. ഇവിടെ നോക്കി ഇതേ ബലം തന്നെയാണ് ഇപ്പുറത്തും ബലം പ്രയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ ചലനം ഉണ്ടാകുന്നുണ്ടോ, ഇല്ല അല്ലേ. നമ്മൾ 2 ഡെസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചലനം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ചലനം ഉണ്ടാകുന്നില്ല എന്ന് പറയാം. ഇനി നോക്കി ഫസ്റ്റ് രണ്ടാമത്തെ സന്ദർഭമല്ലേ നമ്മൾ പറഞ്ഞ ഇതേ സെയിം തന്നെയാണ് അല്ലേ. തള്ളാനാണ് ശ്രമിക്കുന്നത്, മറ്റേത് വലിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ രണ്ടും എന്താണ്, സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ചലനം ഉണ്ടാകാത്തത്, 2 6 തന്നെയാണ് വരുന്നത്. ഇനി ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. അപ്പം ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെന്ന് പറയാം, സന്തുലിത ബലമാണെന്ന് പറയാം. അതായത് രണ്ടും ഒരേ ബലം തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് 2 വശത്തേക്കും. അതാണ് സന്തുലിത ബലം എന്ന് പറയുന്നത്. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കുവാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ കഴിയില്ല. അപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 ആണെന്നുണ്ടെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെയാണ് സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കുവാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ കഴിയില്ല. എന്താണ് ഇവിടെ പറയുന്നത്,
ഒരു വസ്തുവിൽ നമ്മൾ പ്രയോഗിച്ച ബലം, നമ്മൾ പറഞ്ഞില്ലേ ആകെ ബലം കൂട്ടിയിട്ടാണ് പരിണത ബലം കണ്ടെത്തുന്നത്. അത് 0 നമുക്ക് അവിടെ എന്തെന്ന് പറയാം, അത് സന്തുലിത ബലമാണെന്ന് പറയാം. അതായത് നമുക്ക് ഒരു വസ്തുവിനെ നീക്കാനോ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് നിർത്താനോ കഴിയില്ല എന്ന് പറയണം. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെയാണ് അസന്തുലിത ബലങ്ങൾ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 നമുക്ക് എന്ന് പറയാം, ഇത് അസന്തുലിത ബലമാണെന്ന് പറയാം അല്ലേ. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കുവാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുവാനും കഴിയും. അപ്പോൾ അസന്തുലിത ബലങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നില്ല. അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്നത്, ഇതൊരു വസ്തു ചലിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചലനാവസ്ഥയിലാക്കാനും പറ്റും. അതെല്ലാം നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ സന്തുലിത ബലം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 നമുക്ക് എന്ന് പറയാം, അത് സന്തുലിത ബലമാണെന്ന് പറയാം. അതായത് ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുവാൻ കഴിയില്ല. എന്നാൽ അസന്തുലിത ബലം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 അവിടെ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളാണ് അസന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കുവാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുവാനോ കഴിയും. ഇനി ചിത്രം 3.1 വടംവലി മത്സരത്തിൽ 2 ടീമുകളും വടത്തിൽ ബലം പ്രയോഗിച്ചപ്പോൾ വടത്തിൽ അനുഭവപ്പെട്ട പരിണത ബലം സന്തുലിതമാണോ അസന്തുലിതമാണോ? അതായത് നമ്മൾ ഒരു വടംവലി മത്സരം കണ്ടു. അപ്പോൾ ഈ വടംവലിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ജയിക്കുന്നില്ല എന്ന് വിചാരിക്കൂ. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് സന്തുലിത ബലമായിരിക്കും അസന്തുലിത ബലമായിരിക്കും? അവിടെ ചലനം സംഭവിക്കുന്നുണ്ടോ? 2 സന്തുലിത ബലമാണല്ലേ. അതായത് 2 ഭാഗത്ത് ഈക്വലല്ലേ ബലം വരുന്നത്. അതേപോലെ ചലനം നടക്കുന്നുണ്ടോ? ഇല്ല. അതായത് നിശ്ചലാവസ്ഥയിലുള്ളതിനെ ചലനാവസ്ഥയിലാക്കണം അല്ലെങ്കിൽ ചലനാവസ്ഥയിലുള്ള നിശ്ചലാവസ്ഥയിലാക്കണം, എന്നാലാണ് സന്തുലിത ബലം എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ ചലനം സാധ്യമാകുന്നില്ല. അവിടുത്തെ പരിണത ബലം എന്ന് പറയുന്നത് 0, അതിനാൽ തന്നെ അത് അസന്തുലിത ബലമാണെന്ന് പറയാം. എന്നാൽ അവിടെ ഒരാൾ ജയിക്കുന്നുണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബലം എന്ന് പറയുന്നത് എന്താവുക? 0 ആയിരിക്കില്ല അല്ലേ. അതായത് അവിടെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് നീങ്ങിയില്ലേ. അപ്പോൾ അവിടെ ചലനാവസ്ഥ സംഭവിച്ചില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അസന്തുലിത ബലമാണെന്ന് പറഞ്ഞൂടെ. ഇനി നെക്സ്റ്റ് ഒരു പ്രവർത്തനം നോക്കാം. എല്ലാ ബലങ്ങളും ചലനം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പറയുന്നതിനുള്ള എക്സ്പ്ലനേഷൻ പറയുന്നതിന് മുമ്പ് എന്താണ് ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ഏകദേശം 1.2 മീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പലക. ഓക്കെ, ഒരു പലക. പലകയുടെ 2 അഗ്രഹങ്ങളിലും ഒരു കപ്പി 2 കപ്പി വീതം ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഈ പലക മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പലകയുടെ മധ്യഭാഗത്തായിട്ട് ഒരു ടോയ് കാർ വയ്ക്കുക. അതിൻ്റെ 2 അഗ്രഹങ്ങളിലായിട്ട് ബന്ധിപ്പിച്ച ചരടുകളിൽ ഒരേ മാസുള്ള പേനുകൾ തൂക്കിയിടുക. 2 പേനുകളിലും 200 ഗ്രാം തൂക്ക കട്ടിയാണ് വീതം വെച്ചിരിക്കുന്നത്. 200 ഗ്രാമാണ് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ടോയ് കാർ ചലിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം എന്താണ്? 2 സൈഡിലും 200 ഗ്രാം തന്നെയാണ്, സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ ചലനം സംഭവിക്കുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ സന്തുലിത ബലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അതായത് 200 ഗ്രാമാണ് 2 സൈഡിലും വന്നിരിക്കുന്നത്. ഓപ്പോസിറ്റ് വശത്തേക്കാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞു 0 ആയിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പം ടോയ് കാർ ചലിക്കുന്നില്ല. ഇപ്പോൾ ബലങ്ങൾ സന്തുലിതമാണോ അതോ അസന്തുലിതമാണോ? അസന്തുലിതമാണ് അല്ലേ. കാരണം എന്താണ്? ചലനം സംഭവിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പാനിൽ 50 ഗ്രാം കൂടി വെക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? ഇപ്പം 50 ഗ്രാം ഇപ്പം ഇവിടെയാണ് തൂക്കിയിട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു വശത്തേക്ക് അവൻ ചലിക്കുന്നുണ്ടായിരിക്കാം അല്ലേ. ഈ ഒരു വശത്തേക്കാവും ചലിക്കുന്നുണ്ടായിരിക്കാം. കാർ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാർ ഓടുന്ന ദിശയിലുള്ള പാനിൽ 50 ഗ്രാം കൂടി ഇട്ടാൽ കാറിൻ്റെ ചലനത്തിൽ എന്ത് മാറ്റം നിരീക്ഷിക്കും? കാറ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ വീണ്ടും ഒരു 50 ഗ്രാം ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 50 ഗ്രാം ഇട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇത്രയും ഒരു 50 കൂടി അപ്പോൾ കൂടിയില്ലേ, ഒരു 50 കൂടി കൂടി 2. അപ്പോൾ 250 കൂടിയിട്ടുണ്ട്. ഓൾറെഡി എത്രയുണ്ട്? 200 ഉള്ളത്. അതിൽ കൂടെ പ്ലസ് 100 കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നീങ്ങൂല്ലേ അല്ലേ, മൂവ് ചെയ്യും അല്ലേ. അതായത് ചലനത്തിൽ എന്ത് മാറ്റം നിരീക്ഷിക്കുന്നത് വെച്ചെന്താണ്? ചലനം വേഗത്തിൽ സംഭവിക്കും എന്ന് പറയാം. കാർ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാർ ഓടുന്നതിൻ്റെ വിപരീത ദിശയിലുള്ള പാനിൽ 200 ഗ്രാം കൂടി ഇട്ടാൽ എന്ത് നിരീക്ഷിക്കും? അപ്പം
200 ഗ്രാം ഓപ്പോസിറ്റ് വശത്തേക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഓപ്പോസിറ്റ് വശത്തേക്ക് 200 ഗ്രാം ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടലി 300 ഗ്രാം ആയിട്ടുണ്ട് അല്ലേ. 200 + 50 ഇത്രയും 300 ഗ്രാം ആയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓപ്പോസിറ്റ് ദിശയിൽ 200 ഗ്രാം കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്രയും ടോട്ടലി 400 ഗ്രാം ആയി. അപ്പോൾ എന്താ സംഭവിക്കുക, 400 ഗ്രാമോട് കൂടുതലാണല്ലേ, കൂടുതലുള്ള ഭാഗത്തേക്കായിരിക്കും ഇവിടെ ചലനം സംഭവിക്കുന്നുണ്ടായിരിക്കുക അല്ലേ. ഇപ്പോൾ അപ്പോൾ എന്ത് സംഭവിച്ചു, ആ ഒരു ഭാഗത്തേക്കാണ് അല്ലേ, നമ്മൾ ഏത് ഭാഗത്താണ് കൂടുതലിട്ടത് ആ ഒരു ഭാഗത്തേക്കാണ് ചലനം സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ബലങ്ങൾ സന്തുലിതമാണോ അസന്തുലിതമാണോ? അസന്തുലിതമാണ് അല്ലേ, സെയിം ആണ് അവർ നീക്കുന്നതല്ല അവിടെ, അല്ലെങ്കിൽ അവിടെ ചലനം സംഭവിച്ചിട്ടുണ്ട് അല്ലേ. പരിണതബലം എന്ന് പറയുന്നത് 0 ആണോ? അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അസന്തുലിത ബലമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്, ഈ പറഞ്ഞ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലായത്? എന്താ മനസ്സിലായത്? പരിണത ബലത്തിൻ്റെ ദിശയിലേക്ക് വസ്തു ചലിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി അല്ലേ. പരിണത ബലം അനുഭവപ്പെട്ട ദിശയിലേക്ക് വസ്തു ചലിക്കുന്നുണ്ടോ? വസ്തു ചലിക്കുന്നുണ്ടോ? ചലിക്കുന്നുണ്ട് അല്ലേ, ചലിക്കുന്നു എന്ന് പറഞ്ഞു. ചലനവേഗം വർദ്ധിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ചലനവേഗം വർദ്ധിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ചലനവേഗം കൂടിയത് പരിണതബലത്തിൻ്റെ അളവ് കൂടുമ്പോഴല്ലേ അല്ലേ. അളവ് കൂടിയപ്പോൾ, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് രണ്ടും ഇപ്പോൾ 200 ആണെന്നുണ്ടെങ്കിൽ അവിടെ 0 ആണ്. അവിടെ പരിണതബലം എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, അവിടെ ചലനമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇവിടെ 300 400 വന്നപ്പോൾ എന്തായി, -100 എന്ന് വന്നു അല്ലേ. അങ്ങനെയല്ല വന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ദിശയാണെങ്കിൽ -2 എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാല്യൂ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ചലനവേഗം വർദ്ധിക്കുന്നത് പരിണതബലത്തിൻ്റെ അളവ് കൂടിയപ്പോഴാണ് എന്ന് മനസ്സിലായി. കാറിനെ ചലിപ്പിച്ച ബലം കാറിൻ്റെ പുറത്ത് നിന്നാണോ അതോ അകത്ത് നിന്നാണോ പ്രയോഗിക്കപ്പെട്ടത്? കാറിനെ ചലിപ്പിച്ച ബലം എന്ന് പറയുന്നത് പുറത്തു നിന്നാണോ അകത്ത് നിന്നാണോ? പുറത്തു നിന്നാണ് പ്രയോഗിക്കപ്പെട്ടത്. ചലനദിശ മാറുന്നത് ഏത് സാഹചര്യത്തിലാണ്? ചലനദിശ മാറുന്നത് പരിണതബലം ചേഞ്ച് ചെയ്തപ്പോഴാണ്. എന്ത് സംഭവിച്ചത്? പരിണതബലം ചേഞ്ച് ചെയ്തപ്പോഴാണ് ചലനദിശ മാറിയത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളിലെല്ലാം വസ്തുവിനെ പുറത്തു നിന്നാണ് ബലം നൽകിയത്. അതിനാൽ ഇവയെല്ലാം ബാഹ്യബലങ്ങളാണ്. ബാഹ്യബലം സന്തുലിതമോ അസന്തുലിതമോ ആകാം. ഓക്കെ, അപ്പോൾ വസ്തു ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളിലൊക്കെ വസ്തുവിനെ പുറത്തു നിന്നാണ് ബലം നൽകിയതിനാൽ തന്നെ ഇവ എന്ന് പറയാം ബാഹ്യബലങ്ങളാണ് എന്ന് പറയാം. ബാഹ്യബലം എന്ന് പറയുന്നത് അസന്തുലിതമായിരിക്കാം അല്ലെങ്കിൽ അസന്തുലിതമായിരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, ഒരു വസ്തുവിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ കഴിയും. ഈ മാറ്റം അസന്തുലിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും. അസന്തുലിത ബലത്തിൻ്റെ ദിശയിലേക്കാണ് മാറ്റം വരുന്നത് എന്ന് പറയുന്നു അല്ലേ. ഇവിടെ നമ്മൾ നോക്കി നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞു 300 400 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും ഞാൻ ഓൾറെഡി എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്ലസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് 400 എന്നുള്ളത് മൈനസ് എടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരിണതബലം കാണാനായിട്ട് കൂട്ടല്ലേ ചെയ്യാം, 300 + -400 എന്ന് ചെയ്യും അല്ലേ. അപ്പോൾ -100 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ, -100 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ -x എന്താണ്, വിപരീത ദിശയിലാണ്. അതായത് എവിടേക്കാണ് അവിടെ ചേഞ്ച് വന്നേക്കുന്നത്, ഏത് ദിശയിലേക്കാണ്, ഈ രണ്ടാമത്തേലേക്കാണ് ചേഞ്ച് വന്നിരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്, മാറ്റം എന്ന് പറയുന്നത് ഇവിടെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അസന്തുലിത ബലത്തിൻ്റെ ദിശയിലേക്കാണ്. അപ്പോൾ ഒരു വസ്തുവിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുവാനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ കഴിയും. ഈ മാറ്റം അസന്തുലിത ബലത്തിൻ്റെ ദിശയിലായിരിക്കുമെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് പ്രവർത്തനം നോക്കിയേ, എന്താണ്, ചിത്രം നിരീക്ഷിക്കൂ. ഒരു വാഹനത്തെ അതിനകത്ത് നിന്ന് തള്ളിയാൽ ആ വാഹനം ചലിക്കില്ല അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഈ ബലം എന്ന് പറയുന്നത് എന്താണ്, ആന്തരിക ബലമാണ് അല്ലേ. ഈ ബലം എന്ന് പറയുന്നത് ആന്തരിക ബലമാണ്. ഉള്ളിൽ നിന്ന് തള്ളാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ചലിക്കുന്നില്ല, അതായത് അവിടെ ആന്തരിക ബലമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആന്തരിക ബലങ്ങളെല്ലാം സന്തുലിതമാണോ അസന്തുലിതമാണോ എന്താ പറയേണ്ടത്? സന്തുലിത ബലമാണെന്ന് പറയാം അല്ലേ. അവിടെ ചലിക്കുന്നില്ല. അപ്പം നമ്മൾ ചലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, സന്തുലിത ബലമായിരിക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ എല്ലാ ആന്തരിക ബലങ്ങളും സന്തുലിത ബലങ്ങളാണ്. അതിനാലാണ് ആന്തരിക ബലം പ്രയോഗിച്ചാൽ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാകാത്തത്. എല്ലാ ആന്തരിക ബലങ്ങളും എന്താണ്? സന്തുലിത ബലങ്ങളാണ്. അതിനാലാണ് ആന്തരിക ബലം പ്രയോഗിച്ചാൽ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാകാത്തത്. ഇനി ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നാം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. എന്താണ്? ബലത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ബാഹ്യബലമെന്നും ആന്തരിക ബലമെന്നും. ബാഹ്യബലത്തിൽ സന്തുലിത ബലമുണ്ട്, അസന്തുലിത ബലമുണ്ട് അല്ലേ? ബാഹ്യബലത്തിൽ എന്തുണ്ട്? സന്തുലിത ബലമുണ്ട്, അസന്തുലിത ബലവുമുണ്ട്. ഇനി സന്തുലിത ബലം എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? സന്തുലിത ബാഹ്യബലം എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് സംഭവിക്കുന്നില്ല അല്ലേ? അവിടെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ ഒന്നും മാറ്റം ഉണ്ടാകുന്നില്ല. അസന്തുലിത ബാഹ്യബലം എന്ന് വെച്ചാൽ എന്താണ്? വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാകും. ഇനി ആന്തരിക ബലത്തിൽ എന്താണ്? അസന്തുലിത ബലമാണുള്ളത്. ആന്തരിക ബലത്തിൽ സന്തുലിത ബലം മാത്രമാണുള്ളത്. ബാഹ്യബലത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സന്തുലിത ബലമുണ്ട്, അസന്തുലിത ബലമുണ്ട്. അതായത് മാറ്റം ഉണ്ടാവാം, മാറ്റം ഉണ്ടാവാതിരിക്കാം. എന്നാൽ ആന്തരിക ബലങ്ങളെല്ലാം എന്താണ്? സന്തുലിത ബലങ്ങളാണ്. അതായത് അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല അല്ലേ? അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഒരു ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ അവിടെ എന്തെങ്കിലും മാറ്റി വരുത്താൻ സംഭവിക്കുന്നുണ്ടോ? ചലനാവസ്ഥയിലെ നിശ്ചലാവസ്ഥയിലാക്കാനോ അനിശ്ചലാവസ്ഥയിലെ ചലനാവസ്ഥയിലാക്കാനോ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നില്ല. അതിനാൽ തന്നെ നമുക്ക് ഇന്ന് പറയാം ഇത് സന്തുലിത ബലമാണെന്ന് പറയാം. അതിന് എക്സാമ്പിൾ നമ്മൾ കണ്ടില്ലേ? വണ്ടിയുടെ ഉള്ളിലൊക്കെ കയറിയിട്ട് നമുക്ക് തള്ളാൻ ശ്രമിച്ചാൽ തള്ളാനായിട്ട് പറ്റില്ല. അതൊന്ന് ആലോചിച്ചാൽ മതി. അതൊരു ആന്തരിക ബലമാണ്. ആന്തരിക ബലങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, ചലനം സാധ്യമല്ല. അതിനാൽ തന്നെ ഇത് സന്തുലിത ബലമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കിയ ഗലീലിയോയുടെ നിരീക്ഷണങ്ങൾ. ഏകദേശം 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗലീലിയോ നടത്തിയ പരീക്ഷണത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പരീക്ഷണത്തിനായിട്ട് ചിത്രങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ വയറിംഗ് ചാനലിൻ്റെ സി എന്ന അഗ്രഭാഗം ക്രമേണ താഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. താഴ്ത്തി നേരെ വരെ എത്തിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ താഴ്ത്തിക്കൊണ്ട് തിരശ്ചീന തലത്തിലാകുന്നുണ്ട്. ഓരോ സന്ദർഭത്തിലും വയറിംഗ് ചാനലിൽ എ എന്ന ഭാഗത്ത് ഒരു ഗോലി ഉരുട്ടിവിട്ടാൽ എന്താണ് നിരീക്ഷിക്കാനായിട്ട് സാധിക്കാം? അപ്പോൾ ഇവിടെ ഒരു ഗോലി ഇങ്ങനെ ഉരുട്ടി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ അതിനനുസരിച്ച് ഇതിങ്ങനെ എന്താണ് ഈ സി എന്ന് പറയുന്ന ഭാഗം നേരാക്കി കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? എയിൽ നിന്ന് സിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? ഗോലി തീ കൂടെ ഉരുട്ടി വിടുകയാണെന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സന്ദർഭത്തിലും ഗോലി സഞ്ചരിച്ച ദൂരം കൂടിയോ അതോ കുറഞ്ഞോ? കൂടാണോ ചെയ്ത് കുറയാണോ ചെയ്തത്? അതായത് ഈ വയറ് ഇപ്പോൾ നോക്കി ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളൂ അല്ലേ? അപ്പോൾ കുറച്ച് ദൂരം വന്നിട്ടുള്ളൂ. ഇവിടെ കുറച്ചും കൂടി നിവർത്തിയില്ലേ? സി എന്ന് പറയുന്ന ഭാഗം കുറച്ചും കൂടി നിവർത്തി. അപ്പോൾ കുറച്ചും കൂടി സ്പേസ് വന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നിവർത്തി. അപ്പോൾ കുറച്ചും കൂടി ദൂരം വന്നു അല്ലേ? ലാസ്റ്റ് ചിത്രം നോക്കിയപ്പോൾ നന്നായിട്ട് നിവർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നിവർത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ അവിടെ ദൂരം കൂടുതലാണ് വന്നത് അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? ദൂരം കൂടാണ് ചെയ്തത്. ഗോലി ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻ ഡി ആണല്ലേ? ഡിയിലല്ലേ വരുന്നത് അല്ലേ? ലാസ്റ്റത്തെ ഇതിലാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുള്ളത്. ചാനലിൻ്റെ ചെരിവ് കുറയുന്നതിനനുസരിച്ച് ഗോലി കൂടുതൽ ദൂരം പോകുമല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? ആദ്യം ഏത് ഉയരത്തിൽ നിന്ന് പതിച്ചുവോ ആ ഉയരം വരെ എത്താനുള്ള ശ്രമം കാരണമാണ് ഗോലി കൂടുതൽ സഞ്ചരിച്ചത്. ആദ്യം ഏത് ഉയരത്തിൽ നിന്ന് പതിച്ചുവോ ആ ഉയരം വരെ എത്താനുള്ള ശ്രമം കാരണമാണ് ഗോലി കൂടുതൽ ദൂരം സഞ്ചരിച്ചതെന്ന് മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കാം കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഗോലി നിശ്ചലമായത്? കുറച്ച് നേരെ ഇങ്ങനെ ഒഴുകൊണ്ടേയിരിക്കില്ല അല്ലേ? കുറച്ച് സമയം കഴിഞ്ഞാൽ അത് നിശ്ചലമാകും അല്ലേ? സ്റ്റോപ്പ് ചെയ്യും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഫ്രിക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ഘർഷണ ബലം അല്ലേ? ഒരു ചലനത്തെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ബലമാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? ഘർഷണം സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഘർഷണം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഘർഷണം ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? അവിടെ തടസ്സപ്പെടുത്താനുള്ള ഒരു ബലമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ബാഹ്യബലവും ഈ ഗോലിയിൽ പ്രയോഗിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവിടെ ബാഹ്യബലങ്ങളൊന്നും, അതായത് ഈ ഫ്രിക്ഷൻ ബലം, ഒരു ബലം അവിടെ പ്രയോഗിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് സംഭവിക്കും? നീങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ? നേരെ നീങ്ങിക്കൊണ്ടേയിരിക്കും, ചലിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം? ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിൻ്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖാ ചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. അപ്പം എന്താ മനസ്സിലായത് ഇതിൽ നിന്ന്? ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കണമെന്നുണ്ടെങ്കിൽ
ചലനത്തിന്റെ എതിർദിശയിൽ ഒരു ബാഹ്യബലം പ്രയോഗിക്കണം, അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം അല്ലെ. അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമാണ് ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പുതിയ പോയിന്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നിർരേഖാ ചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നിർരേഖാ ചലനമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അസന്തുലിത ബാഹ്യബലം ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എതിർദിശയിൽ ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുക വേണം. ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിന്റെ എതിർദിശയിൽ ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുക തന്നെ വേണം. ഓക്കെ, ഇനി ആരാണ് ഗലീലിയോ ഗലീലി? ഇറ്റലിയിലെ പിസയിലാണ് ജന്മസ്ഥലം പറയുന്നത്. കുട്ടിക്കാലം മുതൽ ഗലീലിയോയ്ക്ക് ഗണിതത്തിലും തത്വചിന്തയിലും താല്പര്യമുണ്ടായിരുന്നു. 1581 ആദ്യ ശാസ്ത്ര ഗ്രന്ഥമായ ദി ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകത്തിൽ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നതിനുള്ള ആർക്കിമിഡീസ് രീതി അദ്ദേഹം എഴുതി. തൻ്റെ സ്വന്തം ദൂരദർശിനിയിലൂടെ ശനിയെയും ശുക്രനെയും നിരീക്ഷിച്ച് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായി വാദിച്ചു. ചെരിവുതലങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് ജഡത്വത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ജഡത്തിനെ കുറിച്ചൊക്കെ ചെറിയ സൂചനക്കാരൻ നൽകിയിട്ടുണ്ട്, ഗലീലിയോ ഗലീലി നൽകിയിട്ടുണ്ട്. പക്ഷേ ജഡത്വം നിയമം ആരാണ് കൊണ്ടുവന്നത്? ന്യൂട്ടനാണ് അല്ലേ, അത് നമുക്ക് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഗലീലിയോയുടെ നിരീക്ഷണ ഫലം. ടോയ്ക്കാർ പരീക്ഷണം, ഗലീലിയോയുടെ പരീക്ഷണം എന്നിവയിൽ നിന്നും നമുക്ക് മനസ്സിലായത് എന്താണ്? ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. അപ്പോൾ ഇത് തന്നെ പറയാൻ വേണ്ടിയിട്ട് തന്നെ കുറേ പരീക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രം. ഇത് പഠിച്ചു വയ്ക്കുക. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുന്നതിന് എന്താവശ്യമാണ്? ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ് എന്ന്. ഓക്കെ, ഇനി നമുക്ക് ഗലീലിയൊക്കെ വിട്ടോ, നമുക്ക് ന്യൂട്ടണിലേക്ക് കടക്കാൻ പോണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ഗലീലിയെ പോലെയുള്ള മുൻഗാമികളുടെ ശാസ്ത്ര നിരീക്ഷണങ്ങളെ ന്യൂട്ടൻ അപഗ്രഥിച്ച് പഠിക്കുകയും അവ ക്രോഡീകരിക്കുകയും ചെയ്തു. ഇത് ചലനത്തെക്കുറിച്ചും ബലത്തിന് വിധേയമാകുന്ന വസ്തുക്കളെക്കുറിച്ചും പുതിയ നിഗമനങ്ങളും നിയമങ്ങളും ആവിഷ്കരിക്കാൻ ന്യൂട്ടനെ സഹായിച്ചു. അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നിർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. അപ്പൊ എന്താ ഒന്നാം ചലന നിയമം എന്ന് വെച്ചാൽ എന്താണ്? അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ. ഓക്കെ, അപ്പൊ അസന്തുലിത ബാഹ്യബലം എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരീക്ഷണങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നിർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. അതിനെയാണെന്ന് പറയുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. ഒന്നാം ചലന നിയമം ബലം, ജഡത്വം എന്നീ ഭൗതിക അളവുകളെ നിർവചിക്കാൻ സഹായിച്ചു. അപ്പോൾ ഒന്നാം ചലന നിയമമാണ് ബലം എന്താണെന്നും അതുപോലെ തന്നെ ജഡത്വം എന്താണെന്നൊക്കെ പറയാനായിട്ട് സാധിച്ചത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമപ്രകാരമാണ്. അപ്പോൾ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണ്? അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാക്കുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നിർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഇതിലൂടെയാണ് ബലം, ജഡത്വം എന്നിവയെ കുറിച്ചുള്ള നിർവചനങ്ങളൊക്കെ കൊടുത്തത്. അപ്പൊ എന്താണ് ബലം എന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നിർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ വേണ്ടി ആ വസ്തുവിൽ പ്രയോഗിക്കപ്പെടേണ്ടത് എന്താണോ അതാണ് ബലം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നിർരേഖ ചലനത്തിനോ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അതിലെ ഒരു പ്രവണത ഉളവാക്കാൻ, അതിനുള്ളിൽ ഒരു പ്രവണത ഉളവാക്കാനോ വേണ്ടിയിട്ടുള്ള നമ്മൾ എന്താണോ പ്രയോഗിച്ചത് അതിനെയാണെന്ന് പറയുന്നത് ഫലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ന്യൂട്ടൺ ആരാന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കിടക്കാം. ജീവിതകാലം തന്നിട്ടുണ്ട്. ജന്മസ്ഥലം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലീഷ് തത്വചിന്തകനും ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു സർ ഐസക് ന്യൂട്ടൺ. പ്രധാന സംഭാവനകൾ: ഭൂമിയിൽ കാണുന്ന വസ്തുക്കളുടെ ചലനവും ആകാശഗോളങ്ങളുടെ ചലനവും ഒരേ പ്രകൃതി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് തെളിയിച്ചു. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ ഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവ നന്നായി വിശദീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ചലന നിയമങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയാണ്. അതുപോലെ ഈ ഗ്രന്ഥം ഇന്നും ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ശിലയാണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തവും കാൽക്കുലസും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. കാൽക്കുലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ആദ്യമായി റിഫ്ലെക്റ്റിംഗ് ടെലിസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? ന്യൂട്ടൺ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ന്യൂട്ടൻ്റെ ബലം നാം എന്താണെന്ന് പറഞ്ഞു. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിലാണ് ബലത്തെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജഡത്വത്തെക്കുറിച്ചും പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജഡത്വം എന്ന് വെച്ചാൽ എന്താണ്? ഇനേർഷ്യ എന്ന് വെച്ചാൽ
നിശ്ചലമായിരുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നിലേക്ക് ആയുന്നത് കണ്ടിട്ടില്ല അല്ലേ? നമ്മൾ ബസ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത ബസ്സിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്, പെട്ടെന്ന് ബസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോവുക? ബാക്കിലോട്ടാണ് പോവുക അല്ലേ? ബസ് മുന്നോട്ടെടുക്കുന്നതിന് മുമ്പ് ബസ്സിനോടൊപ്പം യാത്രക്കാരൻ നിശ്ചലാവസ്ഥയിലായിരുന്നില്ലേ? ബസ് എടുക്കുന്നതിന് മുമ്പ് ബസ്സും എന്താണ്? നിശ്ചലാവസ്ഥയാണ്, നമ്മളും നിശ്ചലാവസ്ഥയിലാണ്. ബസ് പെട്ടെന്ന് ചലനാവസ്ഥയിലായപ്പോഴും യാത്രക്കാർക്ക് നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണത ഉള്ളതുകൊണ്ടാണ് അവർ പിന്നിലേക്ക് ആയുന്നത്. ഈ പ്രവണതയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. അതായത് ബസ് പെട്ടെന്ന് എടുക്കുകയാണ്, ബസ് നിശ്ചലാവസ്ഥയിലാണ്, നമ്മൾ നിശ്ചലാവസ്ഥയിലാണ് അല്ലേ? ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ളൊരു പ്രവണത ഉണ്ടായിരിക്കും. ഓക്കെ, അതിനാലാണ് നമ്മൾ ബാക്കിലോട്ട് പോയത്. അതിനെയാണ് എന്ന് പറയുന്നത് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. അതായത് നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ചലിച്ചു കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ടായുന്നതിന് കാരണം എന്താണ്? ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബസ്, പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് ആവാണ്. അപ്പോൾ നമ്മൾ എന്താണ്? ഫ്രണ്ടിലേക്കാണ് പോകുന്നത് അല്ലേ? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് എപ്പോഴും ടെൻഡൻസി എന്തിനുള്ള ടെൻഡൻസിയാണ് ഉണ്ടായിരിക്കുക? ചലിക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടായിരിക്കുക. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതിനെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനായിട്ട് കഴിയുമോ? ഇല്ല. അതിനെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം മാറ്റം വരുത്താനായിട്ട് അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അതിനെ നിശ്ചല ജഡത്വം എന്ന് പറയും. ചലനത്തിലുള്ള ഒരു വസ്തുവിനെ അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ചലന ജഡത്വം എന്ന് പറയാം. അല്ലാതെ എന്ത് പറയാം? നിശ്ചലാവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കാനുള്ള ഒരു പ്രവണതയാണെന്ന് പറയുന്നത് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. അങ്ങനെയും പറയാം അല്ലേ? അപ്പോൾ ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയെയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഇനി താഴെ കൊടുത്ത ഓരോ പ്രവർത്തനവും ചെയ്ത് നിരീക്ഷണം സയൻസ് ഡയറിയിൽ എഴുതുക. മേശപ്പുറത്ത് പേപ്പർ വയ്ക്കുക. അടിവശം പരന്ന ഒരു കുപ്പിയിൽ ജലം നിറച്ച് അടച്ച ശേഷം പേപ്പറിന് മുകളിൽ വയ്ക്കുക. പേപ്പർ പെട്ടെന്ന് തിരശ്ചീനമായി വലിക്കുക. കുപ്പിക്ക് എന്ത് സംഭവിച്ചു? അതായത് നോക്കി മേശപ്പുറത്തൊരു പേപ്പർ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് മുകളിലൊരു കുപ്പി വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ പെട്ടെന്ന് പേപ്പർ ഇങ്ങനെ വലിക്കുകയാണ്. പേപ്പർ വലിച്ചപ്പോൾ പേപ്പർ പോന്നു അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? കുപ്പി അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അല്ലേ? കുപ്പിയുടെ ജഡത്വം എന്ന് പറയുന്നത് ഇത് തരമാണ്, നിശ്ചല ജഡത്വമാണ് അല്ലേ? അത് അവിടെ സ്റ്റോപ്പായിട്ടിരിക്കാനുള്ള ഒരു പ്രവണതയാണ് അതിന് ഉണ്ടായിട്ടുള്ളത് അല്ലേ? സ്റ്റോപ്പായിട്ട് വെച്ചാൽ അത് നിശ്ചലമായിട്ടിരിക്കാനുള്ള ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ കുപ്പിയുടെ ജഡത്വം എന്ന് പറയുന്നത് എന്താണ്? നിശ്ചല ജഡത്വമാണ്. ഇനി ഡെസ്കിന് മുകളിലെ ജലം നിറച്ച ഒരു ഗ്ലാസ് വെച്ച ശേഷം അതിനെ സാവധാന നിലയ്ക്ക് മുന്നോട്ട് നീക്കി ക്രമമായി വേഗം വർദ്ധിപ്പിച്ച ശേഷം പെട്ടെന്ന് നിശ്ചലമാക്കുക. അതായത് ഡെസ്കിന് മുകളിൽ ഒരു ജലം നിറച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ പതുക്കെ നീക്കി പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോവില്ലേ? ഇല്ലേ? ജലം പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത് അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? ചിത്രം 3.7b ഇതുണ്ടോ? കാണിച്ചിരിക്കുന്ന പോലെ ക്യാരം കോയിനുകൾ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെക്കുക. അവയ്ക്ക് മുകളിൽ ജലം നിറച്ച ഒരു പ്ലാസ്റ്റിക് കപ്പ് വെക്കുക. നീളമുള്ള ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഏറ്റവും അടിയിൽ നിന്ന് ക്യാരം കോയിൻ ഒന്നൊന്നായി വളരെ വേഗത്തിൽ തട്ടിത്തെറിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കപ്പിന് ജഡത്വം ഉണ്ടായിരിക്കും അല്ലേ? കപ്പിന് ജഡത്വമുണ്ട്. നോക്കി, കപ്പ് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് എന്ത് ജഡത്വമാണ്? അവിടെ ചലനമൊന്നും സംഭവിക്കുന്നില്ല. അതിനാൽ തന്നെ എന്ന് പറയാം നിശ്ചല ജഡത്വമാണെന്ന് പറയാം. ഇനി നോക്കിയേ, മാവിൻ കൊമ്പ് കുലുക്കിയാൽ മാങ്ങ ഞെട്ടേറ്റ് വീഴുന്നു. അത് ഏത് ജഡത്വമാണ്? മാവിൻ കൊമ്പ് കുലുക്കിയാൽ മാങ്ങ ഞെട്ടേറ്റ് വീഴുന്നു. മാവിൻ കൊമ്പ് എന്ന് പറയുമ്പോൾ മാങ്ങ അതിലെന്താണ്? ഇങ്ങനെ അതായത് ചലിക്കുന്നില്ല അല്ലേ? അപ്പോൾ നമുക്കെന്ന് പറയാം അത് നിശ്ചല ജഡത്വമാണെന്ന് പറയാം അല്ലേ? ഇനി നിശ്ചല ജഡത്വമാണ് എന്ന് പറയാം അല്ലേ? നിശ്ചല ജഡത്വമാണ് എന്ന് പറയാം. ഇനി ലോങ് ജമ്പിൽ പങ്കെടുക്കുന്ന ആൾ കുറേ ദൂരം ഓടി വന്ന് ചാടുന്നു. ലോങ് ജമ്പിൽ നമ്മൾ ചാടുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കും? ഒരാൾ എന്താ പറയുക, നല്ല സ്പീഡിൽ ആദ്യം തന്നെ ഓടിയതിന് ശേഷമാണ് ആൾ ചാടുന്നത്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തുകൊണ്ടായിരിക്കും അത് ഏത് ജഡത്വമാണ്? ചലന ജഡത്വമാണോ നിശ്ചല ജഡത്വമാണോ? ചലന ജഡത്വമാണോ നിശ്ചല ജഡത്വമാണോ? ചലന ജഡത്വമാണ് അല്ലേ? ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, എന്നിട്ടാണ് ചാടുന്നത്. അപ്പോൾ എന്താണ്? ചലന ജഡത്വമാണ്. ഇനി സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാറിൽ യാത്ര ചെയ്യുന്നത് അപകടകരമാണ് എന്ന് പറയുന്നു. അത് എന്താണ്? സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാറിൽ യാത്ര ചെയ്യുന്നത് അപകടകരമാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? അവിടെ ചലന ജഡത്വമാണ് സംഭവിക്കുന്നത് അല്ലേ? ചലന ജഡത്വമാണ് സംഭവിക്കുന്നത്. ബസ്സിൻ്റെ കേസ് പറഞ്ഞാൽ തന്നെ
ചലന ജഡത്വമാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം നിശ്ചല ജഡത്വം എന്താണ്, ചലന ജഡത്വം എന്താണെന്ന് പറഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാസും ജഡത്വവും. മേശപ്പുറത്ത് പേപ്പർ വയ്ക്കുക. അടിവശം പരന്ന ഒരേ വലിപ്പമുള്ള 2 പ്ലാസ്റ്റിക് കുപ്പി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ മണൽ നിറച്ചിട്ടുണ്ട്, ഒരു കുപ്പിയിൽ മണൽ നിറച്ചിട്ടുണ്ട്. വേറൊരു കുപ്പിയിലൊന്നുമില്ല അല്ലേ, ഒന്നുമില്ല, ഒഴിഞ്ഞ കുപ്പിയാണ്. അങ്ങനെ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട്. പേപ്പർ പെട്ടെന്ന് വലിക്കുകയാണ്. അപ്പം എന്ത് സംഭവിക്കും? തിരശ്ചീനമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? ഏത് കുപ്പിയാണ് മറിഞ്ഞ് വീഴുക? ഒന്നും ഇല്ലാത്തതല്ലേ. ജസ്റ്റ് ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കി നോക്കിയേ. എന്തെങ്കിലും ഒരു കുപ്പിയിൽ എന്തെങ്കിലും വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ മണലോ എന്തെങ്കിലും നിറച്ചിട്ട് വെക്കുകയാണ്. വേറൊരു കുപ്പിയിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പേപ്പർ വലിച്ചാൽ ഏതായിരിക്കും വീഴുക? അതിലൊന്നും ഇല്ലാതാണ് വീഴുക അല്ലേ. ഏത് കുപ്പിക്കാണ് മാസ് കൂടുതൽ? ഏതാണ് സാധനം വെച്ചിരിക്കുന്നത്? ഇപ്പോൾ മണൽ വെച്ചിട്ടുള്ളത് ഏത് ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മണൽ നിറച്ച കുപ്പിയിലാണെന്ന് പറയാം അല്ലേ. മാസ് കൂടുതലുള്ളത് ഏത് കുപ്പിയിലാണ് ജഡത്വം കൂടുതൽ അനുഭവപ്പെടുന്നത്? ഈ മണൽ നിറച്ച കുപ്പിയിൽ തന്നെയല്ലേ. അതിന് തന്നെ അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് അവിടെ വന്നത് അല്ലേ. അപ്പോൾ ഏത് തരം ജഡത്വമാണത്? നിശ്ചല ജഡത്വമാണെന്ന് പറയാം അല്ലേ. എങ്കിൽ ഒരു വസ്തുവിനെ മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം എന്താണ്? മാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ജഡത്വം ഉണ്ടായിരിക്കും അല്ലേ. മാസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ജഡത്വവും കൂടും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒഴിഞ്ഞ ടാർ വീപ്പയ്ക്കാണോ അതോ ടാർ നിറച്ച് വീപ്പയ്ക്കാണോ ജഡത്വം കൂടുതൽ? കാരണം വ്യക്തമാക്കുക. നമ്മൾ ഈ പറഞ്ഞ കേസ് തന്നെ അല്ലേ. ഏതിനാണ് ഉണ്ടായിരിക്കുക? ഒഴിഞ്ഞ ടാർ വീപ്പയ്ക്കാണോ ടാർ നിറച്ച് വീപ്പയ്ക്കാണോ? ടാർ നിറച്ച് വീപ്പയ്ക്കായിരിക്കും അല്ലേ. ടാർ നിറച്ച് വീപ്പയ്ക്കായിരിക്കും. കാരണം ജഡത്വം കൂടുതൽ കാരണമാണ് മാസ്. ജഡത്വം കൂടുതലാവാൻ കാരണം എന്താണ്? മാസ് കൂടുതലാണ് അല്ലേ. ഒഴിഞ്ഞ ടാർ വീപ്പയും ടാർ നിറച്ച് വീപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാർ നിറച്ച് വീപ്പാന്ന് പറയുന്നത് എന്താണ്? മാസ് കൂടുതലാണ് അല്ലേ അവിടെ. അപ്പോൾ മാസ് കൂടുതലായതിനാൽ തന്നെ അവിടെ ജഡത്വവും കൂടുതലാണ്. ഇനി ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകൾ വളഞ്ഞു തിരിഞ്ഞ് ഓടുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ്? ആനയ്ക്ക് മാസ് കൂടുതലാണ് അല്ലേ. ആനയ്ക്ക് മാസ് കൂടുതലാണ്. അപ്പോൾ ആനയ്ക്ക് മാസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ ജഡത്വവും കൂടുതലാണ് അല്ലേ. മാസ് കൂടാണെങ്കിൽ ജഡത്വവും കൂടുതലാണ്. അതിന് ഏതാണോ ഒരു സ്റ്റേജ് അതിലേ തന്നെ, അതായത് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേരായി വെച്ച് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നേരായി ചലിക്കാൻ തന്നെയാണ് ആൾക്ക് തോന്നുള്ളൂ, ആനയ്ക്ക് തോന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ ആൾ വളഞ്ഞുകൊണ്ടാണ് പോകുന്നുണ്ടെങ്കിൽ വളഞ്ഞുകൊണ്ട് പോകാൻ തന്നെ ആൾക്ക് തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്? ആനയ്ക്ക് മാസ് കൂടുതലാണ്, അപ്പോൾ ജഡത്വം കൂടുതലാണ്. അതിനാൽ തന്നെ എളുപ്പം വളഞ്ഞു തിരിഞ്ഞ് ഓടാൻ കഴിയില്ല. അപ്പോൾ ആള് ഒരു വളഞ്ഞു തിരിഞ്ഞ് ഓടാൻ കഴിയില്ലെന്ന് വെച്ചാൽ ദിശ മാറ്റം ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ഇപ്പോൾ ദിശ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പെട്ടെന്ന് ഓടാനായിട്ട് പറ്റില്ല. ആനയ്ക്ക് പെട്ടെന്ന് ഓടാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പോൾ ആന ഇപ്പോൾ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആനയ്ക്ക് നേരെ പോകാനുള്ള ടെൻഡൻസി മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരാളെന്ത് ചെയ്യാണ്? ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വളഞ്ഞു തിരിഞ്ഞോടാണ്. അപ്പോൾ ആനയ്ക്ക് നേരെ പോകാനുള്ള ടെൻഡൻസിയാണ് ഉള്ളത്. പെട്ടെന്നൊന്നും തിരിഞ്ഞ് വളഞ്ഞു പോകാനായിട്ട് ആനയ്ക്ക് സാധിക്കില്ല. അതിനാലാണ് എന്ത് ചെയ്യുന്നത്? ആളുകൾ പെട്ടെന്ന് വളഞ്ഞു തിരിഞ്ഞ് ഓടുന്നത് അല്ലേ, രക്ഷപ്പെടാനായിട്ട്. അപ്പം നമുക്ക് താരതമ്യേന മാസ് കുറവാണല്ലേ. നമുക്ക് താരതമ്യേന മാസ് കുറവായതുകൊണ്ട് ആനയേക്കാളും എളുപ്പത്തിൽ വളഞ്ഞു തിരിഞ്ഞ് ഓടാനായിട്ട് കഴിയും. ആനയെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? മാസ് കുറവാണ്. അതിനാൽ തന്നെ നമുക്ക് വേഗത്തിൽ വളഞ്ഞു തിരിഞ്ഞ് ഓടാനായിട്ട് കഴിയും. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതിലൊക്കെയാണ് അസന്തുലിത ബലം അനുഭവപ്പെടുന്നത്? അസന്തുലിത ബലം അനുഭവപ്പെടുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന കാറ് ഓടിക്കുന്നയാൾ ബ്രേക്ക് പ്രയോഗിക്കുന്നു. ബ്രേക്ക് പ്രയോഗിക്കുകയാണ് അല്ലേ. ബ്രേക്ക് പ്രയോഗിക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കും? നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് പോകും അല്ലേ. പെട്ടെന്ന് മുന്നോട്ട് പോകും. അപ്പോൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നിശ്ചല ജഡത്വമാണോ ചലന ജഡത്വമാണ് സംഭവിച്ചത്? ചലന ജഡത്വമാണ് സംഭവിച്ചത്. ചലന ജഡത്വമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ബലമായിരിക്കും? അസന്തുലിത ബലമായിരിക്കും അല്ലേ. അസന്തുലിത ബലമാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, അസന്തുലിത ബലമാണ് സംഭവിച്ചത് എന്ന് നമുക്ക് പറയാം. ഇനി ഒരു പുസ്തകം കയ്യിൽ താങ്ങി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കയ്യിൽ താങ്ങി നിർത്തിയിരിക്കുന്നുള്ളൂ, അവിടെ ചലിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കെന്ന് പറയാം അത് സന്തുലിത ബലമാണ് എന്ന് പറയാം. ഇനി കൃത്രിമ ഉപഗ്രഹം സമവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അസന്തുലിത ബലമാണ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഒരു വസ്തുവിൽ 200 ന്യൂട്ടൺ ബലം ഒരു ദിശയിലും 250 ന്യൂട്ടൺ ബലം എതിർ ദിശയിലും നൽകിയാൽ പരിണത ബലം കണക്കാക്കുക. അപ്പോൾ 200 ന്യൂട്ടൺ ബലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവും മൈനസ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ F1 ആണ് 200 പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. F2 എന്ന് പറയുന്നത് ഞാൻ -250 അതാണ് ഞാൻ മൈനസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എങ്കിൽ നമുക്ക് പരിണതബലം എന്ന് വെച്ചാൽ പ്ലസ് ചെയ്താൽ മതി അല്ലേ, ടോട്ടൽ ചെയ്താൽ മതി. അപ്പോൾ 200 പ്ലസ് മൈനസ് 250 എന്ന് വരും അല്ലേ. പ്ലസ് മൈനസ് വരുമ്പോൾ എന്താണെന്ന് നമുക്കറിയാലോ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടാം. അപ്പോൾ എത്ര വരും? -50 ന്യൂട്ടൺ എന്ന് വരും അല്ലേ. എത്രയാണ് വരിക? -50 ന്യൂട്ടൺ എന്ന് വന്നു.
ഇനി ഒരു വസ്തു ചലിക്കുമെങ്കിൽ അത് ഏത് ദിശയിലേക്കായിരിക്കും? വസ്തു ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ദിശയിലേക്കാണ്? നമുക്ക് കിട്ടിയ ആൻസർ ഏതാണ്? -15 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ മൈനസ് എന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിരിക്കുന്നത് F2-നാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ദിശയിലേക്കാണ് ചലിച്ചിട്ടുണ്ടായിരിക്കുക? F2-ലേക്കായിരിക്കും ചലിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് മൊമെൻറ്റും പഠിക്കാം. തെങ്ങിൽ നിന്നും തേങ്ങ കൃഷിയിടത്തിലെ ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണിലേക്ക് പതിച്ചാൽ അവിടെ കുഴി രൂപപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ഈ മണ്ണിൽ തേങ്ങ ഉണ്ടാക്കിയ ആഘാതമല്ലേ ഇതിന് കാരണമായത്? ഇതേ തേങ്ങ എടുത്തു വളരെ സാവധാനം വെച്ചാൽ ഇത്ര ആഴത്തിലുള്ള കുഴി ഉണ്ടാക്കോ? ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമല്ലേ ഇത്തരം ആഘാതം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. ഇങ്ങനെ ചലിക്കുന്ന വസ്തുവിൻ്റെ സവിശേഷതയാണ് അതിന് മൊമെൻറ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ട്, ഇപ്പോൾ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ കുഴി രൂപപ്പെടുന്നുണ്ട് അല്ലേ? നമുക്ക് ഒരു തേങ്ങ എടുത്തിട്ട്, ഇപ്പോൾ നാളെ എടുത്തിട്ട് നമ്മൾ നല്ല സ്പീഡിലേക്ക് അറിയുകയാണെന്നുണ്ടെങ്കിലും അവിടെ കുഴി രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മൾ പതുക്കനെ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുഴി രൂപപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താണ്? ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ സവിശേഷതയാണ് അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതായത് നല്ല സ്പീഡിൽ നല്ല സ്പീഡിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ആഘാതം സംഭവിച്ചില്ല, അവിടെ ഒരു മൊമെൻറ്റം സംഭവിച്ചു. അതായത് ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ സവിശേഷതയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ന്യൂട്ടൺസ് ക്രാഡിൽ എന്നറിയപ്പെടുന്ന ഉപകരണമാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. ഒരു ന്യൂട്ടൺസ് ക്രാഡിൽ താഴെ കൊടുത്ത ക്രമത്തിൽ ബോളുകൾ പുറകോട്ട് വലിച്ച ശേഷം സ്വതന്ത്രമാക്കുക എന്നാണ് നിരീക്ഷണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബോൾ മാത്രം വലിച്ചിടാന്ന് വിചാരിക്കും. ആദ്യത്തെ ബോൾ മാത്രം വലിച്ചിടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു ബോൾ മാത്രമാണ് ഇവിടുന്ന് തെറിച്ചു പോകുള്ളൂ. ഇനി ആദ്യത്തെ 2 ബോളുകൾ വലിച്ചിടാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ 2 ബോളുകളും തെറിച്ചു പോകും. ഇടത്ത് നിന്ന 3 ബോളുകൾ മാത്രം വലിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ വലത്ത് നിന്ന 3 ബോളുകളും തെറിച്ചു പോകും. ഇടത്ത് നിന്ന് 4 ബോളുകൾ മാത്രം വലിച്ചു വിടുകയാണെങ്കിൽ വലത്ത് നിന്ന് 4 ബോളുകൾ മാത്രം തെറിച്ചു പോകും. ഓക്കെ, അങ്ങനെയാണ് പോകുക. അതായത് ഒന്നാമത്തെ ബോൾ മാത്രം വന്നിടിച്ചപ്പോൾ ആ ബോൾ കൈമാറ്റം ചെയ്ത മൊമെൻറ്റം മറ്റു ബോളുകളിലൂടെ അവസാന ബോളിൽ എത്തിയത് കൊണ്ടാണ് അത് തെറിച്ചു പോയത്. ഒന്നാമത്തെ ബോൾ വന്നിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചോടെ ഉണ്ടായിരുന്ന മൊമെൻറ്റം കാരണം അതിൻ്റെ അവസാന ബോളിലാണ് അത് എത്തിയത്, അതിനാലാണ് അത് തെറിച്ചു പോയത്. ആദ്യത്തെ 2 ബോളുകൾ ഇടിച്ചപ്പോൾ ചലനത്തിലുള്ള ഈ ബോളുകൾ ചേർന്ന് ഒരു വ്യൂഹമായി മാറി. അതായത് കുറച്ചധികം അല്ലേ ചലനത്തിലുള്ള ഈ ബോളുകളെല്ലാം ചേർന്ന് ഒരു വ്യൂഹമായി മാറി. അപ്പം എന്ത് സംഭവിച്ചു? ഇത് നൽകിയ മൊമെൻറ്റം മറ്റു ബോളുകളിലൂടെ കൈമാറ്റം ചെയ്ത് അവസാനത്തെ 2 ബോളുകളിൽ എത്തിയത് കൊണ്ടാണ് അവ തെറിച്ചു പോയത്. ഇതുപോലെയാണ് മറ്റു സന്ദർഭങ്ങളിലും. ഇനി ന്യൂട്ടൺസ് ക്രാഡിൽ ഒരു ബോൾ മാത്രം കുറച്ചു ദൂരം പിന്നിലേക്ക് നീക്കിയ ശേഷം സ്വതന്ത്രമാക്കി നിരീക്ഷിക്കൂ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? അവസാന ബോൾ അല്പം ദൂരം മാത്രമാണ് തെറിച്ചു പോയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റത്തെ ബോൾ സ്വതന്ത്രമാക്കുന്നുണ്ടല്ലോ, വിടുന്നുണ്ടല്ലോ അല്ലേ പതുക്കനെ. അപ്പോൾ അത് കുറച്ച് ദൂരത്തേക്കാണ് പോയിട്ടുള്ളൂ, കുറച്ച് ദൂരത്തേക്കാണ് ചലിപ്പിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവസാനത്തെ ബോൾ പതുക്കനെ തെറിച്ചു പോവുള്ളൂ അല്ലേ, കുറച്ച് ദൂരം മാത്രമേ തെറിച്ചു പോവുള്ളൂ. നേരെ മറിച്ച് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള വലിച്ചു വിടുന്നുണ്ടല്ലോ കുറച്ചും കൂടി ദൂരം കൂട്ടിയിട്ട്, അതായത് നല്ല സ്പീഡിൽ അങ്ങോട്ട് കറക്കിയെന്ന് വിചാരിക്കൂ. അപ്പോൾ അവിടെ ദൂരം കൂടുതലേ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തെറിച്ചു പോകുന്നതിനും നല്ല ദൂരത്തിലായിരിക്കും തെറിച്ചു പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ സമയത്ത് അവസാന ബോൾ കൂടുതൽ ദൂരം തെറിക്കുന്നത് കാണാമല്ലോ. വന്നടിച്ച ബോളിൻ്റെ പ്രവേഗ വർധനവല്ലേ ഇതിന് കാരണം അല്ലേ? നമ്മൾ നല്ല സ്പീഡിലാണ് വിട്ടത്, അപ്പോൾ അവിടെ എന്താണ് വേഗത കൂടിയില്ലേ? വേഗത കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഏറ്റവും അവസാനമുള്ള ബോൾ നല്ല സ്പീഡിൽ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ബോളിൻ്റെ മൊമെൻറ്റത്തെ സ്വാധീനിച്ച ഘടകം എന്താണ്? 2 ബോളുകൾ ഒരു വ്യൂഹമായി വന്നടിച്ചപ്പോൾ വന്നടിക്കുന്ന വ്യൂഹത്തിൻ്റെ മാസ് കൂടിയതിൻ്റെ ഫലമായാണ് 2 ബോളുകൾ തെറിച്ചത്. മാസ് കൂടിയില്ലേ? മാസ് കൂടിയപ്പോൾ ഇപ്പോൾ 2 ബോളുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 ബോൾ. അപ്പം ആദ്യം ഒരു ബോൾ മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ന് പറയുമ്പോൾ അവിടെ പ്രവേഗമാണ് സ്വാധീനിച്ചതെന്ന് പറയാം അല്ലേ. നല്ല അപ്പോൾ വേഗതയുടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കിനെയാണ് നമ്മൾ വിടുന്നുണ്ടെങ്കിൽ, പതുക്കിനെയാണ് നമ്മൾ അത് ചലിപ്പിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പതുക്കിനെ തന്നെയാണ് ആ മറ്റേ അവസാനത്തെ ബോളും സ്വതന്ത്രമാക്കപ്പെടുള്ളൂ. എന്നാൽ നമ്മൾ നല്ല സ്പീഡ് കൂട്ടിയിട്ടാണ് ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ അവസാനത്തെ ബോൾ നല്ല സ്പീഡിൽ തന്നെ പോകും, നല്ല ദൂരത്തിൽ തന്നെ പോകും. അപ്പോൾ നമുക്ക് സ്വാധീനിച്ച ഘടകം എന്താണെന്ന് പറയാം? പ്രവേഗമാണെന്ന് പറയാം. ഇനി നമുക്ക് വേറെ കേസ് എടുക്കുകയാണ്. 2 ബോളുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെ 2 ബോളുകൾ നമ്മൾ വിട്ടപ്പോൾ, ഇത് സ്വതന്ത്രമാക്കി വിട്ടപ്പോൾ അവസാനത്തെ 2 ബോളുകളാണ് തെറിച്ചു പോയെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? 2 ബോളുകൾക്ക് മാസ് കൂടുതലാണ്. അപ്പോൾ മാസ് കൂടുതലായ കാരണം അതിനനുസരിച്ചുള്ള മാസമുള്ള അല്ലേ. ഇപ്പോൾ ഇവിടെ 2 ബോളുകളാണ്
ഓക്കെ നമ്മൾ രണ്ടാമത്തെ കേസിൽ പറഞ്ഞു അല്ലേ, ആദ്യത്തെ 2 ബോളുകൾ നമ്മൾ സ്വതന്ത്രമാക്കി വലിച്ചു വിട്ടു അല്ലേ. അങ്ങനെ 2 ബോളുകൾ ഇങ്ങനെ പുറകോട്ട് വലിച്ച ശേഷം വിടാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ 2 ബോളുകൾ തന്നെയാണ് തെറിച്ചു പോകുക. കാരണം എന്താണ്, അവിടെ മാസ് കൂടി അല്ലേ. ഇവിടെ മാസ് കൂടിയപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഈ പോകുന്നതിന് വേഗതയും കൂടിയെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മൊമെൻറ്റം കൂടിയെന്ന് പറയാം. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസോ പ്രവേഗമോ വർദ്ധിപ്പിക്കുമ്പോൾ അവ ഉളവാക്കുന്ന ആഘാതവും കൂടുമെന്ന് നാം കണ്ടു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെയും മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതായത് മൊമെൻറ്റം എന്ന് വെച്ചാൽ P=mv ആണ്. അപ്പോൾ നമുക്കെന്ന് മനസ്സിലായി, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതായത് മൊമെൻറ്റം എന്ന് വെച്ചാൽ P=എന്താണ് mv ആണ്. അതായത് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, സദിശളവാണ്. ദിശ ചേർത്ത് പറയുന്നതാണ് എന്ന് പറയുന്നത് സദിശളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താണ്, സദിശളമാണ്. പ്രവേഗത്തിൻ്റെ ദിശയാണ് അതിൻ്റെ ദിശ എന്നും പറയുന്നത്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, മാസിൻ്റെ യൂണിറ്റ് എന്താണ്, മാസിൻ്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണ് അല്ലേ. മാസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയില്ലേ, മാസിൻ്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണ്. പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ്, പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റും എന്താണെന്ന് പറയാം, കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ആണെന്ന് പറയാം. ഇനി പ്രോബ്ലമാണ്. 200 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 16 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു. ഈ വസ്തുവിൻ്റെ മൊമെൻറ്റം കണക്കാക്കുക. എളുപ്പമല്ലേ, ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. P=mv ആണ്. അപ്പോൾ നമുക്ക് മാസ് തന്നിട്ടുണ്ട് 200 കിലോഗ്രാം ആണ്. അപ്പോൾ 200 × 16 ചെയ്താൽ പോരെ അല്ലേ. 200 × 16 ചെയ്ത് എത്ര കിട്ടി, 3200. 200 × 16 3200 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം 200 കിലോഗ്രാം/സെക്കൻഡ് ആണ്, കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ മൊമെൻറ്റം P= നമുക്ക് 200 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വസ്തുവിൻ്റെ പ്രവേഗം 20 മീറ്റർ/സെക്കൻഡ് ആണ്. പ്രവേഗം എന്ന് വെച്ചാൽ എത്രയാണ്, v=20 ആണ്. എങ്കിൽ മാസ് എത്ര, അപ്പോൾ മാസ് എങ്ങനെയാണ് കാണാം, P=mv ആണ്. അപ്പോൾ m= എന്താണ്, m= നമുക്ക് എങ്ങനെയാണ്, P=mv ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എമ്മിനെ അവിടെ തന്നെ നിർത്താം അല്ലേ. P/v എന്ന് എഴുതാം അല്ലേ. അതായത് P എന്ന് വെച്ചാൽ 200 ആണ്, v എന്ന് വെച്ചാൽ എത്രയാണ് വരാ, 200/20 എന്ന് കിട്ടും അല്ലേ. 200/20 എന്ന് കിട്ടും. എത്രയാണ് 200/20 എന്ന് പറയുമ്പോൾ എത്രയാണ്, 10 കിലോഗ്രാം. 10 കിലോഗ്രാം ആണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് പോയി കാണാം കേട്ടോ. ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല ഇവിടെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 60 കിലോഗ്രാം മാസുള്ള ഒരു വെടിയുണ്ട 200 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റം കണക്കാക്കുക. ഇവിടെ നമുക്ക് നോക്കിയേ, മൊമെൻറ്റം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്, P=mv ആണ്. നമുക്ക് m തന്നിരിക്കുന്നത് 60 ഗ്രാം ആണ്. നമുക്കറിയാം അതിന് യൂണിറ്റ് എന്താണ്, കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ 60 ഗ്രാമിന് ആദ്യം തന്നെ കിലോഗ്രാമിലേക്ക് മാറ്റണം. 60ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, 60/1000 ചെയ്താൽ മതി അല്ലേ. 60/1000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 0.06 കിലോഗ്രാം എന്ന് കിട്ടി. ഓക്കെ, അപ്പം m നമുക്ക് കിട്ടി. v എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി 200 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, P= ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. ഇനി പോയിൻറ്റ് P=0.06 × 200 12 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി ഇല്ലേ, കിട്ടിയില്ലേ. ഇനി ഈ വെടിയുണ്ട നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോഴുള്ള മൊമെൻറ്റം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, P=mv ആണ്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചലനം സംഭവിക്കുന്നില്ല, എന്നാൽ തന്നെ അവിടെ വേഗത ഉണ്ടാവും ഇല്ല, പ്രവേഗം ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ m ആണെന്ന് വിചാരിക്കും, m × v എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്ക് ഇത് ഫുള്ള് 0 ആയിട്ട് പോയി. അതായത് P=0 ആണ്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അവിടെ ചലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നിശ്ചലാവസ്ഥയിലാണ് അല്ലേ. അപ്പോൾ ചലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു, അവിടെ പ്രവേഗം ഉണ്ടായില്ല. അതിനാൽ തന്നെ നമുക്കെന്ന് പറയാം അവിടെ മൊമെൻറ്റും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് മൊമെൻറ്റ് വ്യത്യാസ നിരക്ക്. 20 കിലോഗ്രാം മാസുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം 30 മീറ്റർ/സെക്കൻഡ് ആയി മാറിയെങ്കിൽ വസ്തുവിൻ്റെ മൊമെൻറ്റ് വ്യത്യാസം കണക്കാക്കുക. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 20 കിലോഗ്രാം മാസുള്ള
നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം എന്തായിട്ട് മാറി? 30 മീറ്റർ/സെക്കൻഡായി മാറി. അപ്പോൾ ഈ മൊമെൻ്റ് വ്യത്യാസം കാണാനായിട്ട് നമുക്കറിയാം, മൊമെൻ്റ് വ്യത്യാസം കാണാനായിട്ട് ആദ്യത്തെ മൊമെൻ്റ് നോക്കിയാൽ മതി അല്ലേ? ആദ്യത്തെ മൊമെൻ്റ് നോക്കുക, അവസാനത്തെ മൊമെൻ്റ് നോക്കുക, എന്നിട്ട് അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? മൊമെൻ്റ് വ്യത്യാസം കിട്ടി. അപ്പോൾ ആദ്യത്തെ മൊമെൻ്റ് എന്ന് വെച്ചാൽ പി ഇസ് ഈക്വൽ ടു എം വിക്ക് പകരം എന്ന് കൊടുക്കാം? യു എന്ന് കൊടുക്കാം അല്ലേ? വി എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കുന്നത് മാത്രം അത് ആദ്യത്തെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ മൊമെൻ്റ് എം യു എന്ന് കൊടുത്തു. നമുക്ക് മാസ് എന്ന് പറയുന്നത് എം എന്ന് വെച്ചാൽ എത്രയാണ്? 20 കിലോഗ്രാം മാസ്സാണ്. നിശ്ചലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 0 ആണെന്ന് വരാം അല്ലേ? അല്ലെങ്കിൽ 20 × 0 ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി അല്ലേ? ഇനി നെക്സ്റ്റ് അന്തിമ മൊമെൻ്റ് എം വി ആണ്. അല്ല, എന്താ പറഞ്ഞിരിക്കുന്നത്? 20 കിലോഗ്രാം മാസ്സുള്ള നിശ്ചലാവസ്ഥയിലുള്ള നെക്സ്റ്റ് എന്താണ്? പ്രവേഗം 30 മീറ്റർ/സെക്കൻഡായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബി എന്നുള്ളത് 30 മീറ്റർ/സെക്കൻഡ് എന്നിട്ട് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടി? 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. ഇനി മൊമെൻ്റ് വ്യത്യാസം വെച്ചത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി. 600 മൈനസ് 0 ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 600 മൈനസ് 0 ചെയ്തപ്പോൾ 600 തന്നെ കിട്ടിയില്ലേ? 600 തന്നെയാണ് കിട്ടിയത്. ഈ വസ്തുവിൻ്റെ യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന മൊമെൻ്റ് വ്യത്യാസം അഥവാ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എത്രയായിരിക്കും? അപ്പോൾ ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന മൊമെൻ്റ് വ്യത്യാസം അല്ലെങ്കിൽ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എത്രയായിരിക്കും? മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കാണുന്നതിനായിട്ട് മൊമെൻ്റ് വ്യത്യാസം ബൈ സമയം ചെയ്താൽ മതി. മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കാണുന്നതിനായിട്ട് മൊമെൻ്റ് വ്യത്യാസം ബൈ സമയം ചെയ്താൽ മതി. അപ്പോൾ മൊമെൻ്റ് വ്യത്യാസം നമുക്ക് 600 ആണ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്കറിയാം ബൈ സമയം എന്ന് വെച്ചാൽ എത്രയാണ്? 5 എന്നല്ലേ തന്നിട്ടുള്ളത്? ഒരു 5 സെക്കൻഡ് സമയത്തേക്ക് എന്നല്ലേ തന്നിട്ടുണ്ടായിരുന്നില്ല? 5 സെക്കൻഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 120 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കാണുന്നതിനായിട്ട് ആദ്യം തന്നെ മൊമെൻ്റ് വ്യത്യാസം കണ്ടുപിടിക്കാം. മൊമെൻ്റ് വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നിശ്ചലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം എങ്ങനെയായിരുന്നു? നിശ്ചലാവസ്ഥയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ അതിട്ട് കൊടുക്കുക. പിന്നെ ചലിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്, അവസാനം ചലിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത മൊമെൻ്റും കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തതിന് ശേഷം മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കണ്ടുപിടിക്കാം. നിരക്ക് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും ബൈ സമയമാണ് വരിക. അപ്പോൾ നമുക്ക് മൊമെൻ്റ് വ്യത്യാസം ബൈ സമയം ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, 100 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 4-ാം സെക്കൻഡിൽ 30 മീറ്റർ/സെക്കൻഡ് പ്രവേഗം കൈവരിക്കുന്നുവെങ്കിൽ ഈ വസ്തുവിൻ്റെ ആദ്യ മൊമെൻ്റം എത്രയാണ്? ആദ്യ മൊമെൻ്റം കാണുന്നതിനായിട്ട് നമ്മൾ യു കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? പി ഇസ് ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു? എം യു എന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ എം യു എന്ന് വെച്ചാൽ എം എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോഗ്രാം മാസ്സാണ്. അപ്പോൾ 100 ഇൻറ്റു നിശ്ചലാവസ്ഥയിലാണോ? അതേ, നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? 0 ആയി തന്നെയായിരിക്കും അല്ലേ? ഇനി P2 അല്ലേ? P2 എന്ന് വെച്ചാൽ രണ്ടാമത്തത് അല്ലേ? രണ്ടാമത് കാണുന്നതിനായിട്ട് എം വി ആണ് അല്ലേ? എം വി എന്ന് പറയുമ്പോൾ 100 × 30 ചെയ്തു. 100 × 30 ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 3000 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആയല്ലോ. ഇനി അതാണ് അന്തിമ മൊമെൻ്റം എന്ന് പറയുന്നത്. ഇനി മൊമെൻ്റ് വ്യത്യാസം എന്ന് വെച്ചാൽ 3000-ൽ നിന്നും 0 കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 3000 എന്ന് കിട്ടി അല്ലേ? 3000 എന്ന് കിട്ടി. ഇനി മൊമെൻ്റ് വ്യത്യാസം നിരക്ക് എന്ന് വെച്ചാൽ ബൈ സമയം ചെയ്യണം അല്ലേ? 3000 ബൈ സമയം എത്രയാണ്? 4-ാം സെക്കൻഡിൽ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 4 സെക്കൻഡാണ് തന്നിട്ടുണ്ടെങ്കിൽ 4 സെക്കൻഡ് അല്ലേ? അപ്പോൾ എത്ര കിട്ടി? ആൻസർ 750 എന്ന് കിട്ടി. 750 കിട്ടി. ഓക്കെ, ഇനി നിശ്ചലാവസ്ഥയിലുള്ള 20 കിലോഗ്രാം മാസ്സുള്ള വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് വ്യത്യസ്ത അളവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ലഭിക്കുന്ന പ്രവേഗം തന്നിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലെയും ആദ്യ മൊമെൻ്റം, അന്തിമ മൊമെൻ്റം, മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് എന്നിവ കണക്കാക്കുക. ജസ്റ്റ് ഞാൻ 2 ടേബിൾ പറഞ്ഞുതരാം, മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നോക്കി നോക്കിയേ. എഫ് എന്ന് പറയുന്നത് നമുക്ക് 30 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? എഫ് എന്ന് പറയുന്നത് ലഭിക്കുന്ന പ്രവേഗം 30 ആണ് തന്നിട്ടുണ്ട്. ആദ്യത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അന്തിമ മൊമെൻ്റം കാണുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 20 × 30 ചെയ്താൽ മതി. 20 കിലോഗ്രാം മാസ്സല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ 20 × 30 = 600 കിട്ടി. മൊമെൻ്റ് വ്യത്യാസം കാണുന്നതിനായിട്ട് 600 മൈനസ് 0 ചെയ്തു അല്ലേ? രണ്ടും കൂടി മൈനസ് ചെയ്തു. വ്യത്യാസം നിരക്ക് കാണുന്നതിനായിട്ട് ബൈ സമയം ചെയ്തു അല്ലേ? മൊമെൻ്റ് വ്യത്യാസം കിട്ടിയതിന് ബൈ സമയം 5 സെക്കൻഡ് = 120 കിട്ടി. ഇനി F/2 ആണ് തന്നിരിക്കുന്നത്. F/2 എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന പ്രവേഗം നമുക്ക് 15 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ആദ്യ മൊമെൻ്റം എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. നിശ്ചലാവസ്ഥയിലാണല്ലോ. അപ്പോൾ ആദ്യ മൊമെൻ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അന്തിമ മൊമെൻ്റം എന്ന് പറയുമ്പോൾ എത്ര വരാം? അന്തിമ മൊമെൻ്റം എന്ന് വെച്ചാൽ 20 കിലോഗ്രാം മാസ്സുള്ള വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് വ്യത്യസ്ത അളവിൽ ബലം പ്രയോഗിക്കുന്നു എന്ന് പറയുന്നു അല്ലേ? അപ്പം ഇവിടുത്തെ അന്തിമ മൊമെൻ്റം എന്ന് പറയുന്നത് എത്രയാണ് വരാം? 20 × 15 അല്ലേ ലഭിക്കുന്ന പ്രവേഗം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 20 × 15 = എത്രയാണ്? 300 കിട്ടി അല്ലേ?
300 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ 300 മൈനസ് 0 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 300 എന്ന് കിട്ടി. ഇനി മൊമെൻ്റെ വ്യത്യാസ നിരക്ക് കാണാനായിട്ട് 300/5 ചെയ്താൽ മതി അല്ലേ. 300/5 ചെയ്തപ്പോൾ 60 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി 2F ആണ് ബലം എന്നെങ്കിൽ ലഭിക്കുന്ന പ്രവേഗം എന്ന് പറയുന്നത് 60 ആണ് തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ആദ്യ മൊമെൻ്റ് എന്ന് വെച്ചാൽ P = mv ആണ്. mv എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? m എന്ന് പറയുന്നത് 20 നമുക്കറിയാം, ബി എന്ന് പറയുന്നത് നമുക്ക് 60 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 60 ചെയ്താൽ മതി. 20 × 60 ചെയ്താൽ എത്രയാണ്? 1200 എന്ന് കിട്ടി. ഇനി മൊമെൻ്റെ വ്യത്യാസം എത്രയാണ്? 1200 തന്നെയാണ്, -0 അല്ലേ ചെയ്തിട്ട്. ഇനി നമുക്ക് 1200 സമയം എത്രയാണ്? 5 സെക്കൻഡ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ 240 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അതാണ് അവിടുത്തെ മൊമെൻ്റെ വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പീഡ് കുറച്ചിട്ടിട്ട് ഓപ്ഷനിൽ നോക്കിയിട്ട് അറിയാമല്ലോ, സ്പീഡ് കുറച്ചിടാനായിട്ട് അങ്ങനെ കണ്ടാൽ മതി. നെക്സ്റ്റ്, ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിന് ലഭിച്ച ബലം കൂടുതലല്ലെങ്കിൽ മൊമെൻ്റെ വ്യത്യാസ നിരക്ക് കൂടുതലായിരിക്കും. ഇതാദ്യമായി പ്രസ്താവിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇതാണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. അപ്പോൾ രണ്ടാം ചലന നിയമം എന്ന് വെച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻ്റെ വ്യത്യാസ നിരക്ക്. അപ്പോൾ മൊമെൻ്റെ വ്യത്യാസ നിരക്ക് എന്താണെന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മൊമെൻ്റെ വ്യത്യാസ നിരക്ക് എന്താണെന്ന് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻ്റെ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. മൊമെൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത് പരിണതബലത്തിൻ്റെ ദിശയിലേക്കും ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്നാണ് പറഞ്ഞത്? മൊമെൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത് പരിണതബലത്തിൻ്റെ ദിശയിലേക്കാണ്. അപ്പോൾ ഈ നിയമം നമ്മൾ എങ്ങനെയാണ് എഴുതാം? ഈ നിയമം എങ്ങനെ എഴുതും? മൊമെൻ്റെ വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലാണ് എന്ന് പറയുന്നു അല്ലേ. അസന്തുലിത ബാഹ്യബലത്തിന്, അതായത് ബലത്തിന് നേരനുപാതത്തിലാണ് മൊമെൻ്റെ വ്യത്യാസ നിരക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? mv - mu അല്ലേ വരാ അല്ലേ. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം എന്നൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്കിവിടെ മൊമെൻ്റ് ആണ്. അപ്പോൾ ആദ്യ മൊമെൻ്റ് മൈനസ് ആദ്യ മൊമെൻ്റ് എന്ന് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അല്ലേ. /t അല്ലേ. മൊമെൻ്റെ വ്യത്യാസം നിരക്കുന്നല്ലേ. /t സമയം വേണ്ടേ? t. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്തിട്ടുള്ളത്. m മാസ്സുള്ള ഒരു വസ്തു u എന്ന പ്രവേഗത്തോട് ചലിക്കുന്നു എന്ന് കരുതാം. t സമയത്തേക്ക് f ബലം പ്രയോഗിച്ചു എങ്കിൽ അതിൻ്റെ പ്രവേഗം v ആയി മാറി. അതായത് വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് നമ്മൾ u ആണ് എടുക്കുന്നത്, അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് v ആണ് എടുക്കുന്നത്. ആദ്യത്തെ മൊമെൻ്റ് എന്ന് വെച്ചാൽ mu ആണ് അല്ലേ. mu ആണ്. അന്ത്യ മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്ത് വരും? mv ആണ് അല്ലേ. മൊമെൻ്റ് എന്ന് വെച്ചാൽ P = mv ആണ്. നമ്മൾ ആദ്യ മൊമെൻ്റ് u എന്ന് കൊടുത്തു, അന്ത്യ മൊമെൻ്റ് mv എന്നും കൊടുത്തു. മൊമെൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ്? mv - mu എന്നാണ് അല്ലേ. മൊമെൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി. മൊമെൻ്റെ വ്യത്യാസം നിരക്ക് കാണാനായിട്ട് ബൈ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? mv - mu/t എന്ന് എഴുതാം അല്ലേ. നമുക്ക് m കോമൺ ആണ് അവിടെ എടുക്കുന്നത്, കാരണം നമുക്ക് m പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ mv - u/t എന്ന് വരും അല്ലേ. mv - u/t എന്ന് വരും. നോക്കി നോക്കിയേ, ഈ ഇതിന് നമുക്ക് എങ്ങനെയും മാറ്റാനായിട്ട് പറ്റും. m നമുക്ക് അങ്ങനെ കിട്ടുന്നോട്ടെ. v - u/t എന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലേ, ത്വരണമാണ് അല്ലേ. ത്വരണത്തിൻ്റെ ഇക്വേഷൻ അല്ലേ v - u/t എന്ന് പറയുന്നത്. പ്രവേഗ മാറ്റത്തിലുള്ള ചേഞ്ചിനെയാണെന്ന് പറയുന്നത് ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ mv - u/t എന്ന് വെച്ചാൽ എന്താണ്? ma ആണ്. അതായത് f ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ma എന്ന് പറയുന്ന ഇത് കിട്ടിയില്ലേ. അതായത് നമുക്കിവിടെ ബലത്തിൻ്റെ അല്ലേ f f ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ma, f നമുക്ക് kma എന്ന് എഴുതാം അല്ലേ. f നമുക്ക് ma ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബലവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തിലാണ് നമുക്ക് ബലത്തിൻ്റെ സമവാക്യം കിട്ടിയത് അല്ലേ. ബലത്തിൻ്റെ നിർവചനം ആദ്യത്തെ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിൽ കിട്ടിയിട്ടുണ്ട്. രണ്ടാം ചലന നിയമത്തിലാണ് ബലത്തിൻ്റെ ഇക്വേഷൻ, ബലത്തിൻ്റെ എന്താ പറയുക സമവാക്യം കിട്ടിയത് അല്ലേ. ഇപ്പോൾ f ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ma ആണ്. നമുക്കറിയാം ഈ ഡയറക്ട്ലി ഈ ഒരു സെയിം മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥിരസംഖ്യ കൊടുക്കൂലേ, k എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണ് k എന്നുള്ളത് കിട്ടി കേട്ടോ. ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം മാസ്സുള്ള വസ്തുവിൽ 1 മീറ്റർ പെർ സെക്കൻഡ് ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലം 1 ന്യൂട്ടൺ എന്നെടുത്താൽ m = 1 കിലോഗ്രാം. അപ്പം m എന്ന് പറയുന്നത് 1 കൊടുത്തു, a എന്ന് വെച്ചാൽ 1 എന്ന് കൊടുത്തു, f എന്ന് പറയുന്നത് 1 കൊടുത്തു. എങ്ങനെയാണെന്നെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് f ma എന്ന് നമുക്ക് കിട്ടും അല്ലേ. f ma എന്നുള്ളത് കിട്ടിയത് ഏത് ബലത്തിനുള്ള സമവാക്യം നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 12 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തു 4 മീറ്റർ പെർ സെക്കൻഡ് ത്വരണത്തോടു കൂടി ചലിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലം കണക്കാക്കുക. ബലം കാണാനായിട്ട് f ma ആണ്. m എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്. ഇൻറ്റു ത്വരണം എന്ന് വെച്ചാൽ 4 ആണ് അല്ലേ. 4 12 × 4 എത്രയാണ്? 12 × 4 എത്രയാണ്? അതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 48 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തുവിൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ. എങ്കിൽ ത്വരണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന എ ആണ്, ആക്സിലറേഷൻ ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെയാണ് കാണുക? എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് എഴുതിക്കൂടെ? എഫ് ബൈ എം എന്ന് എഴുതാം അല്ലേ. അതായത് എത്രയാണ്? 20 കിലോഗ്രാം മാസം 40 ന്യൂട്ടൺ. എഫ് എന്ന് വെച്ചാൽ എത്രയാണ് വരുന്നത്? 40 ന്യൂട്ടൺ ബലം അല്ലേ. 40/20 കിലോഗ്രാം മാസ്. 40/20 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എ ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. ഇനി 1000 കിലോഗ്രാം മാസമുള്ള ഒരു വാഹനം 90 കിലോമീറ്റർ പെർ അവർ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. 5 സെക്കൻഡ് സമയത്തേക്ക് ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ വാഹനം നിശ്ചലാവസ്ഥയിലായെങ്കിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലം എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. നമുക്കിവിടെ എന്താണ് തന്നിരിക്കുന്നത് നോക്കിയേ. പ്രവേഗം നമുക്ക് തന്നിട്ടുണ്ട്, യു നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഒരു വാഹനം സഞ്ചരിച്ചു, പിന്നെ വാഹനം നിശ്ചലാവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യ പ്രവേഗം നമുക്ക് 90 കിലോമീറ്റർ പെർ അവറാണ്. ഈ കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് എന്താക്കി മാറ്റണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5/18 എന്ന് ചെയ്താൽ മതി. ഇൻറ്റു 5/18 എന്ന് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ 90 ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ഒരു വാഹനം പ്രവേഗം നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ഫസ്റ്റത്തെ ആദ്യ പ്രവേഗമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ആദ്യ പ്രവേഗം കാണുന്നതിനായിട്ട് കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലാക്കണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 5/18 ചെയ്യാം. ഇനി നോക്കിയേ, വാഹനം ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ നിശ്ചലാവസ്ഥയിലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് അല്ലേ. മാസ് നമുക്ക് 1000 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമയം 5 സെക്കൻഡ് സമയത്തേക്കാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. എം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. വി മൈനസ് യു ബൈ ടി ആണ് അല്ലേ. എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് ചെയ്യാം. വി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? ഏറ്റവും അവസാനം കിട്ടിയത് എത്രയാണ്? 0 ആണ് കിട്ടിയത് അല്ലേ. ആദ്യ പ്രവേഗം നമുക്ക് -25 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 0 - 25/5 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? -5000 ന്യൂട്ടൺ എന്ന് കിട്ടി അല്ലേ. 1000 ഇൻറ്റു 0 - 25 എന്ന് ചെയ്തപ്പോൾ എത്ര കിട്ടി? /5 കൂടെ ചെയ്തപ്പോൾ -5000 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി ബലം സദിശ അളവായതിനാൽ നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത് ബലം വാഹനം ചലിക്കുന്നതിൻ്റെ എതിർദിശയിലാണ് എന്നതാണ് അല്ലേ. നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? എതിർദിശയിലേക്കാണ് അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ബലം അല്ലേ. ബലം സംഭവിച്ചിരിക്കുന്നത് എതിർദിശയിലേക്കാണെന്ന് മനസ്സിലായി. ഇനി 10 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 18 മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറുന്നു എങ്കിൽ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കാണുന്നതിനായിട്ട് നമ്മൾ പറഞ്ഞു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ചെയ്താൽ മതി അല്ലേ. മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കാണുന്നതിനായിട്ട് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ചെയ്താൽ മതി. അതായത് ഇവിടെ നമുക്ക് ചേഞ്ച് വരുന്നത് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. എം എന്ന് പറയുന്നത് 10 കിലോഗ്രാം മാസം തന്നിട്ടുണ്ട്. പ്രവേഗം 4 സെക്കൻഡ്. അപ്പോൾ സമയം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 18 ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ യു ആണ് അല്ലേ. പിന്നെ 18 എന്ന് വെച്ചാൽ എന്താണ്? വി ആണ്. അപ്പോൾ അത് ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി 10 ഇൻറ്റു 18. വി എന്ന് വെച്ചാൽ 18 ആണ് അല്ലേ. 18 മൈനസ് വി യു എന്ന് വെച്ചാൽ എത്രയാണ്? 6 ആണ്. -6 ബൈ സമയം എത്രയാണ്? 4 അല്ലേ. 4 ആണ്. ബൈ 4 ചെയ്തപ്പോൾ 30 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി എന്താണ് ഇവിടെ പ്രയോഗിച്ച ബലം എന്താണ്? ബലം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് തന്നെയാണ്. അതായത് 30 ന്യൂട്ടൺ തന്നെയായിരിക്കും. ഇനി ത്വരണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വസ്തുവിൻ്റെ ത്വരണം എന്ന് വെച്ചാൽ എ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം ആണ്. നമുക്ക് എഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 30 ആണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട് അല്ലേ. 30 ന്യൂട്ടൺ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എം എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് എം എന്ന് വെച്ചാൽ 10 കിലോഗ്രാം ആണെന്നുള്ളത്. ഇനി എന്താണ്? അന്ത്യപ്രവേഗം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 6 സെക്കൻഡ് സമയത്തേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം എത്രയാകും? അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി അന്ത്യപ്രവേഗം കാണുന്നതിനായിട്ട്. അപ്പോൾ അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക അല്ലേ. യു എന്ന് വെച്ചാൽ എത്രയാണ്? 6 ആണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ എ എന്ന് വെച്ചാൽ എത്രയാണ്? എ എന്ന് വെച്ചാൽ 3 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. എ എന്ന് വെച്ചാൽ 3 ആണ്. 3 ഇൻറ്റു 80 എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 6 ഇല്ലേ. 6 തന്നിട്ടില്ലേ. 6 സെക്കൻഡ് സമയത്തേക്കാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 6 ചെയ്തപ്പോൾ 24 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7 കിലോഗ്രാം മാസമുള്ള ഒരു ഷോട്ട് നിരപ്പായ ഒരു മൈതാനത്തിൽ കൂടി 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ഉരുട്ടി വിട്ടപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലമായി എങ്കിൽ ഈ ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലം ഏതാണ്? ബലത്തിൻ്റെ അളവ് കണക്കാക്കുക. ബലം ഏതാണ്? അപ്പോൾ ബലം എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. എം എന്ന് വെച്ചാൽ എം ഇൻറ്റു എ നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് കണ്ടുപിടിക്കണം. എം ഇൻറ്റു വി മൈനസ് യു
ബൈ ടി അല്ലേ, അല്ലേ? ഇവിടെ ബലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബലം എന്ന് വെച്ചാൽ എന്താണ്? ഫ്രിക്ഷനാണ് കേട്ടോ, ഘർഷണ ബലമാണ്. അത് പെട്ടെന്ന് നിശ്ചലമായി. അപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബലത്തെയാണെന്ന് പറയുന്നത് ഫ്രിക്ഷൻ, അതായത് ഘർഷണ ബലം എന്ന് പറയുന്നത്. ബലത്തിൻ്റെ അളവ് കണക്കാക്കാനായിട്ട് F = ma ആണ്, m × v - u / t ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് m × v എന്ന് വെച്ചാൽ എത്രയാണ്? നിശ്ചലമായി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അവസാനം സംഭവിച്ചിരിക്കുന്നത് 0 ആണ്. മൈനസ് u എന്ന് പറയുമ്പോൾ എത്രയാണ് തന്നിരിക്കുന്നത്? u എന്ന് വെച്ചാൽ 2 m/s പ്രവേഗത്തോടെയാണ്. അപ്പം ബൈ 0 - 2/5 = എത്ര കിട്ടി? 7 അല്ലേ, ഇവിടെ എമ്മിന് പകരം 7 അല്ലേ വരാം. 7 × -2/5 അതായത് -14/5 എന്ന് കിട്ടി. ഓക്കെ, -14/5 എന്ന് കിട്ടി. ചുറ്റിക ഉപയോഗിച്ച് ആണി അടിച്ച് കയറ്റുമ്പോൾ ആണിയിലേക്ക് ബലം കൈമാറ്റം ചെയ്യുന്ന സമയ ഇടവേള എത്രയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 1 സെക്കൻഡിൽ വളരെ ചെറിയ ഒരു അംശം മാത്രമല്ലേ ഇത്. അപ്പോൾ ഇത്തരം ബലങ്ങൾ ഏതാണെന്ന് നോക്കുന്നതാണ് ആവേഗ ബലം എന്ന് പറയുന്നത്. നോക്കാം, ആവേഗ ബലവും ബലത്തിൻ്റെ ആവേഗവും. ചുവടെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ ബലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് കണ്ടെത്താമോ? ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ച് തെറിപ്പിക്കുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് കാലുകൊണ്ട് അടിക്കുന്നു. ഇവിടെയൊക്കെ ചെറിയ ബലമാണ് അല്ലേ, ചെറിയ സമയത്തേക്കുള്ള ഒരു ബലമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ തന്നെ ഇത്തരം ബലം എന്താണ്? ആവേഗ ബലമാണ്. അത് ചെറിയ സമയത്തേക്ക് ഉണ്ടാകുന്ന ബലമാണ് ആവേഗ ബലം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലത്തെയാണ് ആവേഗ ബലം എന്ന് പറയുന്നത്. ഈ ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം എന്ന് പറയുന്നത്. അപ്പോൾ ബലത്തിൻ്റെ ആവേഗം എന്ന് വെച്ചാൽ എന്താണ്? ബലം ഇൻറ്റു സമയം. അതായത് ചെറിയ സമയത്തേക്ക് ഉണ്ടാകുന്ന വലിയ ബലത്തെയാണ് ആവേഗം എന്ന് പറയുന്നത്. I = F × t ആണ്. അപ്പോൾ യൂണിറ്റ് എന്താണ്? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, സമയത്തിൻ്റെ യൂണിറ്റ് S ആണ്. അപ്പം ന്യൂട്ടൺ സെക്കൻഡ് അല്ലേ, ന്യൂട്ടൺ സെക്കൻഡാണ് ആവേഗ ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ബലമുണ്ടാക്കുന്ന ആവേഗം എന്ന് പറയുന്നത് F t ആണ്. F t നെ നമുക്ക് F ന് പകരം നമുക്ക് എന്തിടാം? m അല്ലേ, mv - u / t എന്ന് ഇട്ടുകൂടെ Fന് പകരം? അപ്പോൾ F = m × v - u / t × t, അതായത് mv - mu അല്ലേ, ടി ക്യാൻസലായി പോയില്ലേ. അപ്പോൾ mv - mu എന്ന് കിട്ടി. ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെൻ്റ് വ്യത്യാസവും തുല്യമാണ്. ഇതിനെയാണ് ആവേഗ മൊമെൻ്റ് തത്വം എന്ന് പറയുന്നത്. ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെൻ്റ് വ്യത്യാസം തുല്യമാണ്. അതിനാൽ തന്നെ ഇതിന് എന്ന് പറയാം? ആവേഗ മൊമെൻ്റ് തത്വം എന്ന് പറയാം. ആവേഗ മൊമെൻ്റ് തത്വം എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. 20 കിലോഗ്രാം മാസമുള്ള ഒരു പന്ത് 30 m/s പ്രവേഗത്തിൽ ചലിക്കുന്നു. ഒരാൾ പന്ത് പിടിക്കുന്നു. പന്തിനെ പിടിച്ച് നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം താഴെ കൊടുത്ത പ്രകാരമെങ്കിൽ ഓരോ സന്ദർഭത്തിലും കയ്യിൽ അനുഭവപ്പെടുന്ന ബലം എത്രയായിരിക്കും? ഡയറക്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നോക്കി, F = m × v - u / t അല്ലേ. ഇവിടെ നമുക്ക് m എന്ന് പറയുന്നത് എത്രയാണ്? 20 ഗ്രാം മാസമാണ്. അപ്പോൾ 200 ഗ്രാം മാസം നമുക്ക് കിലോഗ്രാം ആക്കണമെന്നുണ്ടെങ്കിൽ 200/1000 ചെയ്യുമ്പോൾ 0.2 എന്ന് കിട്ടും. 0.2 ബ്രാക്കറ്റിൽ 0 - 30, 0.2 0 - 30, 0.2 × v എന്ന് വെച്ചാൽ 0 ആണ്, -30 പ്രവേഗം എന്ന് പറയുന്നത് 30 ആണ്, ബൈ t ചെയ്യുക. ഓക്കെ, ഇവിടെ ഇടാം. 0.2 × 0 - 30 by 0.3 is equal to 0.2 × -30 by 0.3 is equal to എത്ര കിട്ടും? -60/3 is equal to -20 ന്യൂട്ടൺ എന്ന് കിട്ടി. -20 ന്യൂട്ടൺ എന്ന് കിട്ടി. അത് 0.3 സെക്കൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനെയും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എല്ലാത്തിനെയും കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? നോക്കി. നെക്സ്റ്റ് നമുക്ക് 0.2 × 0 - 30 by 0.2 അല്ലേ. നമുക്ക് 0.2 സമയത്തേക്കാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എത്ര കിട്ടി? -30 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. ഇനി മൂന്നാമത്തെ സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് സമയം തന്നിരിക്കുന്നത്? 0.1 സെക്കൻഡാണ്. അപ്പോൾ 0.2 0 - 30 by 0.1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -6 എന്ന് കിട്ടും. -6 എന്ന് കിട്ടും കേട്ടോ. ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങളിലെല്ലാം ബലത്തിൻ്റെ അളവ് നെഗറ്റീവാണ് അല്ലേ, നെഗറ്റീവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വസ്തുവിൻ്റെ ചലനത്തിൻ്റെ എതിർദിശയിലാണ്
അവിടെ ബലം പ്രയോഗിച്ചിരിക്കുന്നത് അല്ലേ, ചലനത്തിൻ്റെ എതിർദിശയിലാണ് ബലം പ്രയോഗിച്ചിരിക്കുന്നത്. അതാണ് അവിടെ മൈനസ് വന്നിട്ടുള്ളതിന് കാരണം കേട്ടോ. ഓക്കെ, അപ്പോൾ വസ്തുവിനെ നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന ബലം അല്ലെങ്കിൽ അഥവാ ആഘാതം കൂടും അല്ലേ. വസ്തുവിനെ നിശ്ചലമാക്കാനായിട്ട് എടുക്കുന്ന സമയം കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ആഘാതവും കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ രൂപീകരിച്ച നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടെ കൊടുത്ത പ്രസ്താവനകൾക്ക് കാരണം കണ്ടെത്തുക. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്രിക്കറ്റ് കളിക്കാർ വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കുന്നതിനോടൊപ്പം കൈ പുറകോട്ട് ചലിപ്പിക്കുന്നു എന്നാണ്. ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിച്ചാൽ ബോൾ നിശ്ചലമാകാൻ എടുക്കുന്ന സമയം കൂടും. സമയം കൂടുമ്പോൾ ആഘാതം കുറയും. അപ്രകാരം കൈ പുറകോട്ട് വലിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോൾ നിശ്ചലമാകാൻ എടുക്കുന്ന സമയം കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? വലിയ ആഘാതം സംഭവിക്കും. ഇനി നെക്സ്റ്റ് എന്താണ്? ഫുട്ബോൾ കൈയിൽ ഗോൾ മുഖത്തേക്ക് വരുന്ന പന്ത് ഗോളി പിടിക്കുമ്പോൾ പന്തിനോടൊപ്പം കൈകൾ പുറകോട്ട് ചലിപ്പിക്കുന്നു. ഗോളി പന്തിനൊപ്പം കൈ പുറകോട്ട് വലിക്കുന്നു. പന്ത് നിശ്ചലമാക്കാൻ കൂടുതൽ സമയമെടുക്കാനാണ്. അതിനാൽ തന്നെ ഇവിടെ ആഘാതം കുറയ്ക്കും അല്ലേ. കയ്യിലുണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി പോൾ വാൾട്ട് പിറ്റിൽ ഫോം ബെഡ് ഇടുന്നു. പിറ്റിൽ പതിക്കുന്ന അത്ലറ്റ് നിശ്ചലമാകാൻ എടുക്കുന്ന സമയം കൂട്ടി ആഘാതം കുറയ്ക്കാനാണ് ഈ പിറ്റിൽ ഫോം ബെഡ് ഇടുന്നത്. നെക്സ്റ്റ്, ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പാക്കറ്റുകളിൽ സ്പോഞ്ച് അല്ലെങ്കിൽ വൈക്കോൽ നിറയ്ക്കുന്നു. ഗ്ലാസ് പാത്രങ്ങൾക്കിടയിൽ വൈക്കോൽ അല്ലെങ്കിൽ സ്പോഞ്ച് വയ്ക്കുന്നത് അവ തമ്മിൽ കൂട്ടിമുട്ടുന്നതിനിടയിലുള്ള സമയം കൂട്ടിയിട്ട് ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാം ചലന നിയമം പരിഗണിക്കുമ്പോൾ ബലം പ്രയോഗിക്കാത്ത ഒരവസരത്തെപ്പറ്റി ചിന്തിച്ച് നോക്കൂ. F=ma ആണ്. അപ്പോൾ അവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബലമൊന്നും പ്രയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ F= എന്തായി മാറി? 0 ആയിട്ട് മാറിയില്ലേ. ബലം പ്രയോഗിക്കാത്ത അവസരങ്ങളിൽ വസ്തുവിന് ത്വരണം ഉണ്ടാകില്ല. ത്വരണം ഉണ്ടാകാത്ത അവസ്ഥയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നിർരേഖാപാതയിൽ തുടരുകയോ ചലനമില്ലാത്ത വസ്തു നിശ്ചലാവസ്ഥയിൽ തുടരുകയോ ചെയ്യും. ഇത് ഒന്നാം ചലന നിയമമാണ്. അപ്പോൾ എല്ലാം കൂടി കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. കടൽ തീരത്ത് മണലിൽ കൂടി ഓടിയിട്ടുണ്ടോ? ചെളി നിറഞ്ഞ പ്രദേശത്തു കൂടി നടന്ന് നീങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ ഉറച്ച തറയിൽ കൂടി നടക്കുമ്പോഴോ? ഉറച്ച തറയിൽ വേഗത്തിൽ നടക്കാൻ കഴിഞ്ഞതും ചെളിയിൽ നടക്കാൻ പ്രയാസമുണ്ടായതും എന്തുകൊണ്ടായിരിക്കും? നാം തറയിലൂടെ നടക്കുമ്പോൾ ഏത് ദിശയിലാണ് ബലം പ്രയോഗിക്കുന്നത്? നമുക്കുണ്ടാകുന്ന ചലനത്തിൻ്റെ ദിശ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ് പഠിക്കേണ്ടത്. നോക്കി, ചിത്രത്തിൽ കാണുന്നത് പോലെ മിനുസമുള്ള പ്ലാസ്റ്റിക് നൂലിൽ ഒരു സ്ട്രോ കടത്തിയ ശേഷം ചരിച്ചു കെട്ടിയിട്ടുണ്ട്. ഊതി ഉറപ്പിച്ച ഒരു ബലൂൺ സ്ട്രോയിൽ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച ശേഷം ബലൂണിലെ വായു തുറന്നു വിടുക. എന്താണ് നിരീക്ഷിക്കുക? ബലൂണിൻ്റെ ഉള്ളിലെ വായുവിൻ്റെ ചലനം എന്ത് സംഭവിക്കാം? ഏത് ദിശയിലേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വായു തുറന്നു വിടുകയാണെന്നുണ്ടെങ്കിൽ ബലൂൺ എന്ത് സംഭവിക്കും? ചലിക്കില്ല, നേരെ ചലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ദിശയിലേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വായുവിൻ്റെ ചലനമാണെന്നുണ്ടെങ്കിൽ എന്താണ്? വായു ബാക്കിൽ കൂടിയാണ് പോകുന്നത് അല്ലേ. വായു ഇങ്ങോട്ടാണ് പോകുന്നത്, ബലൂൺ പക്ഷേ നേരെയാണ് പോകുന്നത്. ഇനി ഒരേപോലുള്ള രണ്ട് സ്പ്രിംഗ് ബാലൻസുകളാണ് എയും ബിയും. ജനൽക്കമ്പിയിൽ ഈ സ്പ്രിംഗ് ബാലൻസിൻ്റെ ബിയുടെ ഒരു അഗ്രം ജനൽക്കമ്പിയിൽ ദൃഢമായി ഉറപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്പ്രിംഗ് ബാലൻസ് എ ഉപയോഗിച്ച് 40 ന്യൂട്ടൺ ബലം ബിയിൽ പ്രയോഗിച്ചാൽ ഓരോ സ്പ്രിംഗ് ബാലൻസും സൂചിപ്പിക്കുന്ന റീഡിംഗ് എത്ര വീതമാണ്? ഇവ തുല്യമായിരിക്കും. ഓക്കെ, ഇവ ഒരേ ദിശയിലാണോ എതിർദിശയിലാണോ? എതിർദിശയിലായിരിക്കും. ഈ രണ്ട് സ്പ്രിംഗ് ബാലൻസുകളിൽ ഒന്ന് കാണിച്ച റീഡിംഗ് ബലവും രണ്ടാമത്തെ സ്പ്രിംഗ് ബാലൻസ് കാണിച്ച റീഡിംഗ് പ്രതിബലമാണ്. അതായത് ഓരോ ബലവും ഒരു പ്രതിബലം ഉളവാക്കുന്നുണ്ട്. ഈ രണ്ട് ബലങ്ങളിൽ ഒന്നിനെ വസ്തുവിൽ പ്രയോഗിക്കപ്പെട്ട ബലം എന്നും രണ്ടാമത്തെ ബലത്തെ പ്രതിബലം എന്നും വിശേഷിപ്പിക്കാം. അപ്പോൾ ഒന്ന് വസ്തുവിൽ പ്രയോഗിക്കപ്പെട്ട ബലമെന്നും രണ്ടാമത്തെ എന്ന് പറയാം, ഈ രണ്ടാമത്തെ ബലത്തിൽ എന്ന് പറയാം പ്രതിബലം എന്നും പറയാം. അപ്പോൾ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എന്ന് വെച്ചാൽ ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. മുൻ സീറ്റുകൾ നിരക്കി നീക്കാവുന്നതിനാൽ പിൻസീറ്റിൽ ഇരുന്ന് മുൻസീറ്റിന് തള്ളുമ്പോൾ നാം പൂർണ്ണമായും മുൻ സീറ്റിന് പുറത്തായതുകൊണ്ട് അതിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കാൻ കഴിയുന്നു. എന്താ ക്വസ്റ്റ്യൻ? കാറിനകത്തിരുന്ന കാറിനെ തള്ളിയാൽ കാർ ചലിക്കുന്നില്ല, എന്നാൽ പിൻസീറ്റിലിരുന്ന് മുൻ സീറ്റിനെ തള്ളി ചലിപ്പിക്കാൻ നമുക്ക് കഴിയും. അതെങ്ങനെയാണ്? കാറിനകത്തിരുന്ന് കാറിനെ തള്ളിയാൽ കാർ ചലിക്കില്ല, പക്ഷേ നമ്മൾ ബാക്കിലെ സീറ്റിൽ ഇരുന്നിട്ട് ഫ്രണ്ടിലെ സീറ്റിനെ തള്ളാനാണെന്നുണ്ടെങ്കിൽ നീക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? മുൻ സീറ്റുകൾ നിരക്കി നീക്കാവുന്നതിനാൽ പിൻസീറ്റിലിരുന്ന് മുൻ സീറ്റിനെ തള്ളുമ്പോൾ നാം പൂർണ്ണമായും മുൻ സീറ്റിന് പുറത്തായതുകൊണ്ട് അതിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കാൻ കഴിയും. എന്നാൽ കാറിനകത്തിരുന്ന് കാറിനെ തള്ളുമ്പോൾ കൈകൊണ്ട് കാറിന് നൽകുന്ന അതേ അളവിൽ ബലം ശരീരം വഴി കാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ പ്രയോഗിക്കപ്പെടുന്നതിനാൽ അവ അസന്തുലിതമായി മാറും. അതിനാൽ കാർ ചലിക്കില്ല. റോഡിൽ നിന്നുകൊണ്ട് കാറിനെ തള്ളുമ്പോൾ കാറിന് അസന്തുലിത ബാഹ്യബലം ലഭിക്കുന്നതിനാൽ കാർ ചലിക്കുന്നു. ഇനി ബലം പ്രതിബലം ഇവയിൽ ഏതാണ് ആദ്യം ഉണ്ടാകുന്നത് കണ്ടെത്താനാവുമോ? അപ്പോൾ ബലം പ്രതിബലം എന്താണെന്നാണ് പറയുന്നത്.
ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ബലം ആയും രണ്ടാമത്തെ വസ്തുവിൽ എതിർദിശയിൽ ഉളവാകുന്ന ബലം പ്രതിബലമായും പരിഗണിക്കാം. ഇവ ജോഡികളായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബലമുണ്ടെങ്കിൽ പ്രതിബലവും ഉണ്ടായിരിക്കും. എന്താ പറയുന്നത്? ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുക. രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ബലമായും രണ്ടാമത്തെ വസ്തുവിൽ എതിർദിശയിൽ ഉണ്ടാകുന്ന ബലം പ്രതിബലമായിട്ട് നമുക്ക് പരിഗണിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ ബലമുണ്ടെങ്കിൽ പ്രതിബലവും ഉണ്ടായി എന്ന് മനസ്സിലായി. ഇനി തോണി തുഴയുമ്പോൾ ജലത്തെ പുറകോട്ട് തള്ളുന്നു. പക്ഷേ തോണി മുന്നോട്ടാണ് പോകുന്നത്, എന്തുകൊണ്ടായിരിക്കും? തോണി തുഴയുമ്പോൾ നാം ജലത്തെ പിറകോട്ട് തള്ളുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ബലത്തിൻ്റെ പ്രതിഫലമായിട്ട് ജലം തോണിയെ മുന്നോട്ട് തള്ളുന്നു. നെക്സ്റ്റ്, റോക്കറ്റ് ലോഞ്ചിങ് സമയത്ത് റോക്കറ്റിൻ്റെ ജ്വലന അറയിൽ ഇന്ധനം ജ്വലിച്ചുണ്ടാകുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള വാതകങ്ങൾ ഉന്നത വേഗത്തിൽ ഒരു ദിശയിൽ പോകുന്നു. പക്ഷേ റോക്കറ്റ് എതിർദിശയിലേക്കാണ് കുതിക്കുന്നത്. എന്തുകൊണ്ടാണ്? റോക്കറ്റിൻ്റെ ജ്വലന അറയ്ക്കുള്ളിൽ ഇന്ധനം കത്തിയാൽ ഉണ്ടാകുന്ന ഉയർന്ന താപനിലയും മർദ്ദത്താൽ ഉണ്ടാകുന്ന വാതകങ്ങൾ റോക്കറ്റ് എഞ്ചിൻ്റെ നോസിലൂടെ വളരെ ഉയർന്ന വേഗത്തിൽ പുറന്തള്ളപ്പെടും. ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന വാതകങ്ങൾ റോക്കറ്റിൽ ഉയർന്ന പ്രതിബലം പ്രയോഗിക്കും. ഇത് സ്വാഭാവികമായും വാതകങ്ങൾ പുറത്തേക്ക് വരുന്നതിൻ്റെ വിപരീത ദിശയിലേക്കാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിബലം റോക്കറ്റിൽ മുമ്പോട്ട് ഒരു ത്വരണം ഉണ്ടാക്കുകയും അത് മുമ്പോട്ട് ചലിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, കരയ്ക്കടുത്തുള്ള തോണിയിൽ നിന്നും ഒരാൾ കരയിലോട്ട് ചാടുകയാണെങ്കിൽ തോണി പുറകോട്ട് പോകും. കാരണം തോണിയിൽ നിന്ന് ചാടുമ്പോൾ കാലിലും തോണിയിലുമായിട്ട് ബലവും ഉണ്ടാവും പ്രതിബലവും ഉണ്ടാവും. അതിനാൽ ആൾ കരയിലേക്കും തോണി പുറകോട്ടും പോകും. അപ്പോൾ ഇവിടെ നമുക്ക് സ്പ്രിംഗ് ബാലൻസിന് നോക്കുകയാണെങ്കിൽ ബലം ജോഡികളായിട്ട് മാത്രമേ ഉണ്ടാകുള്ളൂ. F12 എന്നത് ഒന്നാം വസ്തു രണ്ടാം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ്. F21 എന്ന് പറയുന്നത് രണ്ടാം വസ്തു ഒന്നാമത്തേൽ പ്രയോഗിക്കുന്ന ബലമാണ്. അപ്പോൾ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമപ്രകാരം എന്താണ്? F12 = F21 ആണ്. അതായത് ഈ സ്പ്രിംഗ് ബാലൻസിൽ രണ്ട് ദിശകളിലേക്കാണ് തുല്യബലം അനുഭവപ്പെട്ടതിന് കാരണമാണ് പറഞ്ഞത് ബലം ജോഡികളായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. F12 എന്ന് പറയുന്നത് ഒന്നാം വസ്തു രണ്ടാം വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലവും F12 എന്ന് പറയുന്നത് രണ്ടാം വസ്തു ഒന്നാമത്തേൽ പ്രയോഗിക്കുന്ന ബലവുമാണ്. അപ്പോൾ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിൽ എന്താണ്? ബലവും പ്രതിബലവും ഉണ്ടായിരിക്കും അല്ലേ? F12 = F21 ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് എന്താണ്? ബലവും പ്രതിബലവും തുല്യവും വിപരീതവുമാണല്ലോ. അങ്ങനെയെങ്കിൽ അവ പരസ്പരം നിർവീര്യമാക്കപ്പെടുമോ? ബലവും പ്രതിബലവും രണ്ട് വസ്തുക്കളിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. പക്ഷേ എതിർദിശയിലാണെങ്കിലും ഇവ എന്ത് ചെയ്യില്ല? നിർവീര്യമാക്കപ്പെടുന്നില്ല. ഐസിന് മുകളിൽ നിന്നുകൊണ്ട് ഒരു വാഹനം തള്ളി നീക്കാൻ ശ്രമിച്ചാൽ വാഹനം നീങ്ങോ? ഐസ് പ്രതലത്തിന് ഘർഷണം നൽകാൻ കഴിയില്ല. അതിനാൽ തന്നെ അവിടെ പ്രതിബലം ലഭിക്കില്ല. അതിനാൽ തന്നെ കാറ് തള്ളി നീക്കുവാനും സാധ്യമല്ല. ഓക്കെ, മൂന്നാം ചലന നിയമത്തെ അടിസ്ഥാനമാക്കി ആന്തരിക ബലം എന്നതുകൊണ്ട് സന്തുലിത ബലമായി എന്ന് സ്ഥാപിക്കുക. എന്തുകൊണ്ട് സന്തുലിത ബലമായി എന്ന് സ്ഥാപിക്കുക? ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലമുണ്ട്. ബലം ആന്തരികമാകുമ്പോൾ ബലവും പ്രതിബലവും ഒരേ വസ്തുവിൽ തന്നെ പ്രയോഗിക്കപ്പെടുന്നതിനാൽ പരിണത ബലം എന്ന് പറയുന്നത് 0ആണ്. അതായത് അവ സന്തുലിത ബലമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.